Lighter to Light Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റ് ആൻഡ് മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ലൈവ് വെബിനാർ ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മളെ എല്ലാ മീറ്റിങ്ങും പാട്ടുപാടി പ്രാർത്ഥനയോടുകൂടിയാണല്ലോ ആരംഭിക്കുന്നത്. ഇന്ന് നമ്മളെ ഗാനം ആലപിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് മിസ്റ്റർ ജോസ് തോമസിനെയാണ്. അദ്ദേഹം യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. കടമനട്ടയാണ് സ്വദേശം. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തെ പാട്ടുപാടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഇതിനു മുമ്പേയും അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ കാലം മുതൽ ഈ പ്രസ്ഥാനത്തിനോട് സഹകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ സ്നേഹത്തോടുകൂടി ഇപ്പോൾ കർത്തവ്യ നിർവഹണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. നമുക്ക് ഏവർക്കും പരിചയമുള്ള ഒരു പാട്ടാണ്, ഒന്നും ഭയപ്പെടേണ്ട നീ വിശ്വസിക്കനിൽ എന്നുള്ള പാട്ട്. ഒന്നും ഭയപ്പെടേണ്ട നീ വിശ്വസിക്കനിൽ, ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ ഞാൻ ചെയ്തിടും നദൂ നീ അറിഞ്ഞിടായിലും നിന്നരികിൽ വരുവാൻ ഞാൻ താമസിക്കിലും, ഒന്നും ഭയപ്പെടേണ്ട നീ വിശ്വസിക്കനിൽ, ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ ലോകാന്ധകാരത്തൂടെ നീ സഞ്ചരിക്കേ, നിൻ കാൽ വഴുതിടാ നിന്റെ നിത്യപ്രകാശം ഞാൻ. വെള്ളങ്ങളിൽ കൂടെ നീ പോകുന്ന നേരത്തിൽ പ്രളയങ്ങൾ നിന്മീതേ കാവിഞ്ഞൊഴുകുമ്പോൾ ഒന്നും ഭയപ്പെടേണ്ട നീ വിശ്വസിക്കനിൽ, ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകിലും എൻ വാക്കുകൾ ഒഴിഞ്ഞു പോക ഒരു നാളും, ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും ഞാൻ തന്നെ കൈവിടുകയില്ല ഞാൻ ഒരിക്കലും നിന്നെ, ഒന്നും ഭയപ്പെടേണ്ട നീ വിശ്വസിക്കനിൽ, ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിഥ്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
ഈ ലോകത്തിന്റെ സൃഷ്ടിതാവായിട്ടുള്ള ദൈവം, സർവശക്തനായിട്ടുള്ള ദൈവം ഞങ്ങളുടെ പിതാവാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ഞങ്ങൾ പാടിയതുപോലെ കർത്താവേ, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ആളുകളെ കഷ്ടപ്പെടുമ്പോൾ ഇന്നും ശരിയായ ഫ്രീഡം കിട്ടാതെ ഉള്ള അനുഭവങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്നതായിട്ടുള്ള കർത്താവെ ഈ വാക്കുകൾ ഞങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ പ്രസക്തിയും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഞങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തെ വിശകലനം ചെയ്തുകൊണ്ട് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന ദാസനിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇത് അനേകർക്ക് പ്രയോജനമായി തീരുവാൻ തക്കോണം വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സഭയിൽ, മറ്റ് സമൂഹങ്ങളിൽ ഒക്കെ കർത്താവെ ദൈവത്തിനോടുള്ള ആ ബന്ധത്തിൽ ജീവിപ്പാൻ തക്കോണം അങ്ങനെ യഥാർത്ഥ സ്വാതന്ത്ര്യം, യേശുവിനോടുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിപ്പാൻ തക്കോണം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. അനേകരെ സ്വാതന്ത്ര്യത്തിൽ നയിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്നതായിട്ടുള്ള വചനം, വാക്കുകൾ, പ്രസംഗം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. എല്ലാ എക്യുപ്മെന്റ്സിനോടും കൂടെ ഇരിക്കണമേ, നെറ്റ്വർക്കിൽ കൂടെ ഇരിക്കണമേ. എല്ലാ കാര്യങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിച്ചാട്ട് ഞങ്ങൾ പാടി കേട്ടതുപോലെ ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് ഓർത്തുകൊണ്ട് ഈ വചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സർവ്വമനോമോഹത്തോട് നിൽക്കണം. യേശുവർ താമിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായിട്ട് പാടുകയും അർത്ഥപൂർണമായ പ്രാർത്ഥന നടത്തുകയും ചെയ്ത ജോസാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള സഹായങ്ങൾ ഇനിയും ഉണ്ടാകണം, നമ്മൾ ക്ഷണിക്കും. ഏവരെയും ഇന്നത്തെ യോഗത്തിലേക്ക് ഒരു വട്ടം കൂടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ എ ഹക്കീം സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വന്നുകൂടിയിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുകയും ഒപ്പം ഇന്നത്തെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ കെ എബ്രഹാം അച്ഛനെയാണ്. അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു മുഖവരയുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പുതിയ ആൾക്കാരൊക്കെ ഉള്ളതിനാൽ ചുരുക്കി പറയാം. മാർത്തോമ്മ തിയോളജിക്കൽ സെമിനാരിയില് ദീർഘകാലം അധ്യാപകനായിട്ട് അനുഷ്ഠിച്ചിട്ടുള്ള അച്ഛന് ഒരു ശരിക്കും ഒരു ദൈവശാസ്ത്ര പണ്ഡിതനാണ്. വളരെയധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അച്ഛന് WCCയുടെ ബോസെ എക്കുമെനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗവേണിംഗ് ബോർഡ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അച്ഛൻ സഭാ കൗൺസിൽ അംഗം, എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് അംഗം, വൈദിക സെലക്ഷൻ കമ്മിറ്റി അംഗം തുടങ്ങി സഭയുടെ ഉന്നതമായ വേദികളിലെല്ലാം അച്ഛന് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക യൂറോപ്പ് ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ആയും അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CNI മർത്തോമ്മ കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ അംഗമായിരുന്നു. അതുപോലെ മർത്തോമ്മ ലൂതറൻ ഡയലോഗിലെ അംഗമായിരുന്നു. എല്ലാ അർത്ഥത്തിലും വളരെ ആനുകാലിക വിഷയങ്ങളൊക്കെ സജീവമായിട്ട് ഉൾക്കൊള്ളുകയും അതിൽ ഗഹനമായ പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിനുടമയാണ് കെ എബ്രഹാം അച്ഛൻ. അച്ഛനെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ നിർവഹിക്കുന്നതായിരിക്കും. ബഹുമാന പുരസ്സരം അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വിൽസൺ പറഞ്ഞ എല്ലാ വാക്കുകൾക്കും ഒത്തിരി സന്തോഷം, കടപ്പാട് അറിയിക്കുന്നു. അല്പം വൈകിയാണ് എനിക്ക് ഈ നിയോഗം ലഭിച്ചത്. എങ്കിൽ തന്നെയും വിൽസൺ വളരെ താല്പര്യത്തോടുകൂടെ എന്നെ അതിന് നിർബന്ധിക്കുകയായിരുന്നു. അതിൽ സന്തോഷം അറിയിക്കുന്നു. ലൈറ്റ് ടു ലൈറ്റിന്റെ ഈ സൂം പ്രോഗ്രാമിന്റെ ആരംഭകാലം മുതൽ അവളും ഞാൻ അതിൽ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ മോഡറേറ്ററായും ചില സന്ദർഭങ്ങൾ മെയിൻ പ്രസന്റേഷൻസ് ഒക്കെ എടുത്തുമൊക്കെ അതിൽ പങ്കെടുക്കാൻ ഇടയായിട്ടുണ്ട്. 317ാമത്തെ വെബിനാറാണ് ഇന്ന് നടക്കുന്നത്. ഇത്രത്തോളം വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഉൾക്കൊണ്ട് സഭയുടെ നവീകരണ ധാരയെ പ്രോത്സാഹിപ്പിക്കത്തക്ക വിധത്തിൽ നല്ല പഠന പരമ്പരയാണ് നടന്നിട്ടുള്ളത്.
അതിന് ചുക്കാൻ പിടിച്ച എല്ലാവരെയും, ഇതിൻ്റെ അഡ്മിൻസ് എല്ലാവരെയും, പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതനായ മിസ്റ്റർ വിൽസൺ കരിമ്പന്നൂർ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും കടപ്പാടും അഭിനന്ദനങ്ങളും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യം 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് കൊണ്ടാടിയത്. അതിനോടനുബന്ധിച്ച് വ്യത്യസ്തമായ ചടങ്ങുകൾ നടന്നു. ഞാനും ഇവിടെ തിരുവല്ലയിൽ ഞാൻ താമസിക്കുന്ന പള്ളി ഇടവകയുടെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ചെറിയ ഒരു പരിപാടിയിൽ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിലും മറ്റും പങ്കെടുക്കുകയുണ്ടായി. അത് നമ്മുടെ ഒരു വലിയ സന്തോഷകരമായ അനുഭവമാണ്. 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പോരാട്ടത്തിൽ തീർച്ചയായും ഒരുപാട് പേരുടെ വിയർപ്പുണ്ട്, അധ്വാനമുണ്ട്, ജീവ അർപ്പണമുണ്ട് എന്ന് നമുക്കറിയാം. മഹാത്മാഗാന്ധി, നെഹ്റു, പട്ടേൽ തുടങ്ങിയ നേതാക്കൾ, അതിനുശേഷം ഒരു രാഷ്ട്ര രൂപീകരണം, ഭരണഘടനാ രൂപീകരണത്തിനൊക്കെ ഡോക്ടർ അംബേദ്കറെ പോലെയുള്ളവരുടെ വലിയ സംഭാവനകളൊക്കെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് ശേഷം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള മറ്റ് പല രാജ്യങ്ങളും ഒന്നിലധികം സന്ദർഭങ്ങളിൽ സ്വച്ഛാധിപത്യത്തിലേക്കും മിലിറ്ററി ഭരണത്തിലേക്കും ഒക്കെ പോയിട്ടുള്ള സന്ദർഭങ്ങളിലും ഒരു സ്വതന്ത്ര ജനകീയ സെക്കുലർ റിപ്പബ്ലിക്കായി നമുക്ക് തുടരാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ നന്മയാണ്. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ദൈവം തമ്പുരാന്റെ ഒരു വലിയ കൃപയാണ് അത്. അതിനായി നമുക്ക് ദൈവത്തെ ആരംഭമായി മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ജീവൻ ബലിയർപ്പിച്ചവരെ ഓർത്ത് അവരുടെ ത്യാഗത്തിന് മുന്നിൽ നമ്മൾ പ്രണാമങ്ങൾ അർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനായിട്ടുള്ളത്. സ്വാതന്ത്ര്യം എന്നാൽ എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ സ്വാതന്ത്ര്യം നൽകുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. സ്വാതന്ത്ര്യം എന്നാൽ ഒരു വലിയ സമർപ്പണമാണ്, വലിയൊരു കടപ്പാടാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് നടന്ന സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ പെട്ടെന്ന് മനസ്സിലുണ്ടായ ഒരു ചിന്ത, വന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ പരിപാടി, സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് അതുപോലും അങ്ങ് ആചാരവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. ഞാനതിന് ഇംഗ്ലീഷിൽ പറയും റിച്വലൈസേഷൻ ഓഫ് ഫ്രീഡം എന്ന് പറയും. റിച്വലൈസേഷൻ ഓഫ് ഫ്രീഡം. ഇന്നത്തെ പ്രധാന ചർച്ച TV ചാനലുകളിലൊക്കെ വന്നതും വാർത്തകളിലൊക്കെ വന്നതും വന്ദേമാതരം പാടുന്നതിനെ കുറിച്ചാണ്. അതിൻ്റെ എത്ര സ്റ്റാൻസ പാടണം, മുഴുവൻ പാടണമോ കുറച്ച് പാടണമോ, ഇതൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തോട് ചേർന്ന്. അതാണ് ഞാൻ പറയുന്നത്, ഇതിനെ കേവലം ഒരു ആചാരം പോലെ, ഒരു ചരിത്ര സംഭവത്തിന്റെ അനുഷ്ഠാനപരമായ ഒരു ആചാരം പോലെ മാത്രം അതിനെ നമ്മൾ ആക്കി തീർക്കുന്ന ഒരു രീതിയാണ്. കേരളത്തിൽ ജീവിച്ചിരുന്ന ചിന്തകന്മാരിൽ, എഴുത്തുകാരിൽ അറിയപ്പെട്ട ആളാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഞാൻ കടമെടുക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇന്നിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് ഇന്നലെയുടെ കാര്യങ്ങൾ ആവശ്യമാണ് എന്നാണ്. ഇന്നിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് ഇന്നലെയുടെ നന്മകൾ വേണം. അതുകൊണ്ട് ഇന്നലെയുടെ നന്മകൾ എന്തായിരുന്നു, അതിൻ്റെ പിന്നിലെ പോരാട്ടം എന്തായിരുന്നു, അതിൻ്റെ പിന്നിലെ അധ്വാനം എന്തായിരുന്നു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണ്, അതിൽ നിന്ന് ഒളിച്ചോടിയവരാരാണ്, ഈ കാര്യങ്ങളെല്ലാം സാമാന്യ വിവരവും ബോധവുമുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ വിഷയം വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. ഈ വിഷയം തെരഞ്ഞെടുത്തവരെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യം ദർശനവും പ്രതിസന്ധികളും എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആമുഖമായി 1-2 കാര്യങ്ങൾ കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.
സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു കൊമമറേഷൻ ഓഫ് എ ഹിസ്റ്റോറിക്കൽ ഇവന്റ് എന്നതിനെ കാണുന്നതിൽ തെറ്റില്ല. ഇറ്റ് ഈസ് എ കൊമമറേഷൻ ഓഫ് എ ഹിസ്റ്റോറിക്കൽ ഇവന്റ്. അങ്ങനെ ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ആ സ്വാതന്ത്ര്യം എന്ന സംഭവം നൽകുന്നതായിട്ടുള്ള അതിനെ ഒരു ദർശനമായി നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അതാണല്ലോ വിഷയം തന്നെ പറയുന്നത്. ഒരു ദർശനമായി അതിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അത് നൽകുന്ന മൂല്യങ്ങൾ എന്താണ് എന്നുള്ള ഒരു വലിയ അന്വേഷണമാണ് അവിടെ മുഖ്യമായിട്ടുള്ളത്. ആ മൂല്യങ്ങളെ നമ്മൾ എത്രത്തോളം ഇന്ന് സ്വാംശീകരിക്കുന്നു, ഇന്ന് വെളിപ്പെടുത്തുന്നു, പ്രകാശിപ്പിക്കുന്നു എന്ന അന്വേഷണമാണ്. അഥവാ ആ മൂല്യങ്ങളിൽ നിന്നുള്ള അകലമാണോ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ളത് എന്നുള്ള, രാഷ്ട്ര ജീവിതത്തിൽ നിന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് അവിടെ. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ ഒരിടത്ത് പ്രസംഗിച്ചതിന് ശേഷം ഉണ്ടായ സംഭവം രാജ്യസഭയിലൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കിയ വിവരമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു ദളിത് സമൂഹത്തിൽ നിന്നുള്ള ആളാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ദളിത് സമൂഹത്തിൽ നിന്ന് ഒരാൾ ഒരു കോൺഗ്രസ് പ്രസിഡന്റായി ശ്രദ്ധേയമായ സംഭാവനകൾ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ അദ്ദേഹം രാജ്യസഭയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹം പ്രസംഗിച്ച ഒരു വേദി ചില മതഭ്രാന്തന്മാർ അതിനുശേഷം ആ വേദി നടത്തി എന്നൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പൊ ഇത് ഭയങ്കരമായ പാർലമെന്റിൽ വലിയ ചർച്ച ഉണ്ടാകുകയും പ്രതിഷേധം ഉണ്ടാകുകയും അവസാനം അതിന് അപ്പോളജി പറയുകയും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇന്നും മാനസികമായ അടിമത്വത്തിൽ നമ്മൾ കഴിയുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് ഇവിടെയെല്ലാം ആണ് നമ്മുടെ ഈ വിഷയം പ്രസക്തമാകുന്നത്. ഞാൻ ഈ സമയത്ത് സൗത്ത് ആഫ്രിക്കയിലെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ കുറിച്ച് ഓർക്കുകയാണ്. നെൽസൺ മണ്ടേല അവിടുത്തെ കറുത്ത വർഗക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 26-ലധികം വർഷങ്ങൾ ജയിലിൽ കിടക്കുകയുണ്ടായി. ആ കാലം അത്രയും അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു. അദ്ദേഹത്തെ നമുക്കറിയാവുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വി ഡോണ്ട് വാണ്ട് അവർ ചെയിൻസ് ടു ബി മെയ്ഡ് കംഫർട്ടബിളി. We don't want our chains to be made comfortable. We want them to be broken എന്നാണ്. ഞങ്ങളുടെ ചങ്ങലകൾ കുറെ സൗകര്യമുള്ളതാക്കി തരികയല്ല പ്രധാനം, പിന്നെയോ അവയെ പൊട്ടിച്ചെറിയുകയാണ് മുഖ്യമായിട്ടുള്ളത്. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, വിശുദ്ധ പൗലോസ് പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിന് അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മുമ്പിലെ പ്രശ്നം, ഇന്നും നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമായ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്ന സന്ദർഭത്തിലും വ്യത്യസ്തമായ മേഖലകളിൽ അടിമത്വത്തിന്റെ വ്യത്യസ്തമായ ചങ്ങലകൾ നിലവിലിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ സാമൂഹ്യ ചിന്തകന്മാർ ചിലരൊക്കെ ഇന്ന് പറയുന്നത് ഇന്ത്യ ഈസ് ആൻ ഇലക്റ്റഡ് ഓട്ടോക്രസി എന്നാണ്. ഇന്ത്യ ഈസ് ആൻ ഇലക്റ്റഡ് ഓട്ടോക്രസി എന്ന് പറയുന്ന സാമൂഹ്യ ചിന്തകന്മാർ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമീപകാലത്ത് നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന ജന്തർ മന്ദറിൽ നടന്നതായിട്ടുള്ള 35-ലധികം ദിവസങ്ങൾ നടന്നതായിട്ടുള്ള ആ പ്രസ്ഥാനവും പോരാട്ടവും ഒക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവങ്ങൾ കുറച്ചെങ്കിലും നിലനിൽക്കുന്നു, ജനാധിപത്യത്തിന്റെ അനുഭവങ്ങൾ കുറച്ചെങ്കിലും ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് ഉള്ള ഒരു തിരിച്ചറിവിലേക്ക് അത് നമ്മെ നയിക്കുകയാണ്. ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. മുഖ്യമായി ഞാൻ പറയും, 2 തരത്തിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യത്തെ കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ഫ്രീഡം ആസ് എ ഹിസ്റ്റോറിക്കൽ ഇവന്റ്. 2, ഫ്രീഡം ആസ് എ കണ്ടിന്യൂസ് മൂവ്മെന്റ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫ്രീഡം ഈസ് എ വെരി ഹിസ്റ്റോറിക്കൽ ഇവന്റ് എന്ന് പറയുന്നത് ചരിത്രപരമായ വലിയൊരു സംഭവമാണ്, അതിന് സംശയമൊന്നുമില്ല. ആ സംഭവം, ആ സംഗതി ഏറ്റവും കേമമായി അതിഗംഭീരമായി കൊണ്ടാടുക, ഒരു ദിവസം കൊണ്ട് പരിപാടിയെല്ലാം തീർക്കുക, അത് കൊഴുപ്പിക്കുക, അന്ന് വന്ദേ മാതരം മുഴുവൻ പാടിക്കുക എന്നുള്ളതിനപ്പുറമായി
ഫ്രീഡം ആസ് എ ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ വിഷയം പറയുന്നത് പോലെ അത് നൽകുന്ന ഉത്തരവാദിത്വവും അതിൻ്റെതായിട്ടുള്ള വലിയ അനുഭവങ്ങളും തുടരുവാനായിട്ട് നമ്മെ കൊണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിഷയത്തിന്റെ വിശദമായിട്ടുള്ള അന്വേഷണവും പഠനവുമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. അതിന് നമ്മെ നയിക്കാനായിട്ട് ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയെ തന്നെ ഇന്ന് നമ്മുടെ സംഘാടകർ ക്ഷണിച്ചു. അദ്ദേഹം പങ്കെടുക്കുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷമുണ്ട്. ഡോക്ടർ എ ഹക്കീം സാറിനെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വിവരണം നമ്മുടെ ഗ്രൂപ്പിൽ ശ്രീ വിൽസൺ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ ആവർത്തിക്കുന്നില്ല, എന്നാൽ ചുരുക്കം കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യട്ടെ. ഡോക്ടർ എ ഹക്കീം മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറാണ്. ഒരു പത്രപ്രവർത്തകനായി അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖല ആരംഭിച്ചു. അതിനുശേഷം പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം അഡീഷണൽ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം കേരള മീഡിയ അക്കാഡമിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ PR മേധാവിയായി പ്രവർത്തിച്ചു. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ വളരെ സ്തുത്യർഹമായ കാൽവയ്പുകൾ നടത്തിയ, വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഇന്ന് പ്രഭാഷണത്തിനായിട്ട് ലഭിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, നമുക്കറിയാം ഹേമ കമ്മിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സിനിമാ ലോകത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച അന്വേഷണമായിരുന്നല്ലോ അവർ നടത്തിയത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പുറത്തുവിടാൻ ഉത്തരവിട്ടത് തന്നെ ഡോക്ടർ ഹക്കീമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചിടത്തെല്ലാം വളരെ വിശ്വസ്തനായി, വളരെ നിലപാടുകളുള്ള വ്യക്തിയായി അദ്ദേഹം ജീവിച്ചു, പ്രവർത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലൊരു ഗ്രന്ഥകാരനായി അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങളുടെ ഉടമയാണ് എന്നും മനസ്സിലാക്കുന്നു. ഇപ്രകാരമുള്ള ഏറ്റവും ആദരണീയനായ ഡോക്ടർ ഹക്കീം സാറിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നയിക്കുന്നതിന് ഈ ലൈറ്റ് ടു ലൈറ്റിന്റെ ഈ സൂം ഗ്രൂപ്പിലേക്ക്, പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു ഡോക്ടർ ഹക്കീം സാർ. താങ്ക് യു. ഏറെ ബഹുമാന്യനായ മോഡറേറ്റർ റവറൻഡ് ഡോക്ടർ കെ എബ്രഹാം അവർകൾ, ബഹുമാന്യരായ മിസ്റ്റർ വിൽസൺ ജോസ് തോമസ്, VI ജേക്കബ്, മിസ്റ്റർ ബെന്നി തോമസ്, റവറൻഡ് രാജു ഇഞ്ചേരി, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏറെ ബഹുമാന്യരായ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവർക്കും നമ്മുടെ ഈ മഹത്തായ രാജ്യത്തിന്റെ ആവേശകരമായ നാമധേയത്തിൽ എൻ്റെ ഊഷ്മളമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ. സ്ക്രീൻ കിട്ടൂല്ലേ? എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നു എന്നാണ് എൻ്റെ ധാരണ. ഇവിടെ എന്നെ കുറിച്ച് പറയപ്പെട്ട എല്ലാ നല്ല വചനങ്ങൾക്കും അത്രയൊന്നും പുകഴ്ത്തി പറയാനും മാത്രം എനിക്ക് അർഹതയില്ലെങ്കിലും എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഒപ്പം എന്നെ ഇതിലേക്ക് ക്ഷണിക്കാൻ, നിങ്ങളുടെ ഈ ഏറ്റവും പവിത്രമായി വളരെ വിശുദ്ധമായ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന ഈ ചടങ്ങിൽ എന്നെ അതിഥിയാക്കാൻ നിങ്ങൾ കാണിച്ച വിശാല മനസ്കതയ്ക്ക് വളരെ ആത്മാർത്ഥമായി ഞാൻ നന്ദി അറിയിക്കുന്നു. ബഹുമാന്യനായ മോഡറേറ്റർ അവസാനിപ്പിച്ചിടത്ത് നിന്ന് തുടങ്ങാനാണ് എനിക്കിപ്പോ തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ, നമ്മുടെ പരിപാടികൾ, ചടങ്ങുകൾ ഒരു റിച്വലൈസേഷൻ പോലെ ആയിരിക്കുന്നു എന്നത് വളരെ ശരിയല്ലേ? നമ്മുടെ സ്വാതന്ത്ര്യം മറ്റു പല ദിനാചരണങ്ങളും പോലെ ഒരു കേവല ദിനാചരണമായി കഴിഞ്ഞു പോയിരിക്കുന്നു.
നമുക്ക് നമ്മുടെ നാട് ആവിഷ്കരിച്ച, നമ്മുടെ സംസ്ഥാനം ആവിഷ്കരിച്ച, ഐക്യരാഷ്ട്രസഭ ആവിഷ്കരിച്ച ഒരുപാട് ദിനാചരണങ്ങളുണ്ട്. സത്യം പറയാൻ ഒരു ദിവസമില്ല എന്നതൊഴിച്ചാൽ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ദിനാചരണങ്ങളുണ്ട്. ഇതെല്ലാം ചടങ്ങ് പോലെ നടന്നു പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കവി മധുസൂദനൻ നായർ പറഞ്ഞതുപോലെ, ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15-ന് അരുമയായി നുകരുന്ന മധുരമോ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. സത്യത്തില് ഇന്ന് നമ്മുടെ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക്, വളരുന്ന തലമുറയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന അന്യന്റെ ആധിപത്യമെന്ന അപമാനത്തിന്റെ വേദനയും അതുപോലെ പകർന്നു നൽകുവാൻ എനിക്കും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ്. ചിന്താപരമായ അന്തരങ്ങളുടെ വേലിക്കെട്ടുകൾക്കൊക്കെ അപ്പുറത്ത്, വിശ്വാസപരമായ നാനാത്വങ്ങൾ, വൈജാത്യങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ ഈ രാജ്യത്തെ മുഴുവൻ ജനതയും ഒരേ ലക്ഷ്യത്തിൽ ഒരു ഒറ്റപ്പടയിലെ അണികളായി ചേർന്നുകൊണ്ട് ഒരു നൂറ്റാണ്ടോളം നടത്തിയ അതിശക്തമായ സമര പരമ്പരകളുണ്ട്. ഒരുപാട് പേരറിയാത്തവരുണ്ട്. നമ്മളെപ്പോഴും പറയുമ്പോൾ ഇവിടെ പറയപ്പെട്ടതുപോലെ ചില കുറെ നേതാക്കളുടെ പേരുകൾ നമ്മൾ പറയുന്നുമുണ്ട്. പേരറിയാത്ത, പേര് പറയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത, എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ധീര ദേശാഭിമാനികൾ. അവരുടെ എല്ലാം ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് 947 ഓഗസ്റ്റ് മാസം 14 കഴിഞ്ഞുള്ള അർദ്ധരാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം കൈവരുന്നത്. ഈ സ്വാതന്ത്ര്യം ഒരു ഭരണകൂടത്തിന്റെ മാറ്റം മാത്രമായിരുന്നു. കറുത്ത മനസ്സുള്ള വെള്ളക്കാരന്റെ കരങ്ങളിൽ നിന്ന് സംശുദ്ധമായ പവിത്രമായ ധീരദേശാഭിമാനികളുടെ കരങ്ങളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുകയും നമ്മുടെ സകല സംസ്കാരങ്ങളെയും ഒപ്പിയെടുക്കുന്ന ത്രിവർണ പതാക ഈ രാജ്യത്തിന്റെ ശിരസിൽ ഉയർന്നു പറക്കുകയും ചെയ്യുന്നതോടുകൂടി എല്ലാമായി എന്ന് നമ്മൾ കരുതിയില്ലല്ലോ. കൊളോണിയൽ ആധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ത്യയുടെ കാര്യം സ്വന്തം തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നത് സത്യമാണ്. അത്തരമൊരു ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന അർത്ഥത്തിൽ പോലും വളരുന്ന തലമുറയെ ചലിപ്പിക്കുവാൻ, ചിന്തിപ്പിക്കുവാൻ പ്രാപ്തമായിട്ടുള്ള പരിപാടികൾ പോലും നമ്മൾ ഇന്ന് ആസൂത്രണം ചെയ്യുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യം ലക്ഷ്യമിട്ടത്, നമ്മുടെ പോരാട്ടം ലക്ഷ്യമിട്ടത് നമുക്ക്, നമ്മുടെ ജനതയ്ക്ക്, നമ്മുടെ രാജ്യത്തിന് സ്വയം ഭരണമുണ്ടായിരിക്കുക. ആ ഭരണത്തിൽ നമ്മൾ ഉൾപ്പെട്ട മുഴുവൻ മനുഷ്യ സമൂഹത്തിനും അന്തസ്സോടെ ജീവിക്കാൻ കഴിയുക, അവർക്കിടയിൽ സമത്വം നിലനിർത്താൻ കഴിയുക, അവർക്ക് നീതി ലഭ്യമാവുക, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവുക, ചൂഷണത്തിൽ നിന്ന് നമ്മുടെ മനുഷ്യ സമൂഹത്തെ, ഇന്ത്യൻ സമൂഹത്തെ എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും മോചിപ്പിക്കുക, നമ്മുടെ വികസന, ആശ്വാസ, ക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവുക. ഇതെല്ലാം നമ്മുടെ ലക്ഷ്യമായിരുന്നു. ഈ ലക്ഷ്യങ്ങൾക്ക് സംരക്ഷണം ഉറപ്പു തരുന്നതായിരുന്നു നമ്മുടെ ഭരണഘടന. നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വപ്നങ്ങൾക്ക് സ്ഥാപനപരമായ രൂപം നൽകിയതാണ് നമ്മുടെ ഭരണഘടന. ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി, ഇവയെല്ലാം നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രതിജ്ഞകളാണ്. ആർട്ടിക്കിൾ 21 പറയുന്നത് പോലെ ഉൾപ്പെടെയുള്ള മൗലിക അവകാശങ്ങൾ നമ്മുടെ പൗരന്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നു.
സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കുന്ന രക്ഷാകവചമാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് നമ്മുടെ ജനാധിപത്യം. നമുക്കറിയാം, ലോകത്ത് വിവിധ രാജ്യങ്ങൾ കൊളോണിയൽ ആധിപത്യത്തിൽ നിന്ന് മോചനം നേടിപ്പോയ നിരവധി രാജ്യങ്ങൾ, ഇവിടെ മോഡറേറ്റർ പറഞ്ഞതുപോലെ, അവരും അല്ലാത്ത രാജ്യങ്ങളുമൊക്കെ പല തരത്തിൽ പല തലങ്ങളിൽ ജനാധിപത്യത്തെ ഭരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ എപ്പോഴുമുള്ള ഉറച്ച അഭിപ്രായം, ലോകം കണ്ടതിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യം നമ്മുടെ ജനാധിപത്യമാണ്. ഇന്നും എന്തൊക്കെ ന്യൂനതകൾ പറയാൻ കഴിയുന്നെങ്കിലും, എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും, ലോകത്തെ ഏറ്റവും സ്വതന്ത്രമായ, പൗരന്മാർക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള രാജ്യവും നമ്മുടെ ഈ അമ്മ നാട് തന്നെയാണ്. ഞാന് ഒരു ദിവസം 5 നേരം നമസ്കരിക്കുന്ന ആളാണ്. ഞാൻ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കും ദർശനമാക്കുന്നത് സൗദി അറേബ്യയിലെ മക്ക നഗരത്തിലെ കഅബ എന്ന പള്ളിയാണ്. അവിടെ പോയിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. പക്ഷെ അവിടെ ചെന്ന് നിന്നാൽ ആ രാജ്യത്തെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് വിമർശനാത്മകമായി ഒരു അക്ഷരം പറയാൻ കഴിയില്ല. എന്നല്ല, ആ രാജ്യത്തെ ജനങ്ങൾക്ക് പോലും കഴിയില്ല. എൻ്റെ രാജ്യത്ത്, എൻ്റെ മാതൃരാജ്യത്ത് എനിക്കും എന്നെ പോലെയുള്ള ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനും, അധികാരി വർഗത്തിന്റെ മാത്രമല്ല ആരുടെയും എന്ത് പ്രവർത്തനങ്ങളെക്കുറിച്ചും വിലയിരുത്താനും സ്വന്തം അഭിപ്രായങ്ങൾ പറയാനും സ്വാതന്ത്ര്യം അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നതിൽ അഭിമാനിക്കണം. ഈ ജനാധിപത്യത്തെ, ഈ സ്വാതന്ത്ര്യത്തെ ജനങ്ങളുടെ കൈകളിൽ നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട്. നമുക്കതിന് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. വെറുതെ വോട്ട് ചെയ്യുക എന്നിടത്ത് പലപ്പോഴും നമ്മുടെ ദൗത്യം തീർന്നു പോകുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിന് ന്യൂനതകൾ ഒട്ടുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഭൂരിപക്ഷത്തിന്റെ അക്കപ്പെരുക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷം മാത്രം വോട്ട് ചെയ്തയാളെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം, ഒരു പോരായിക നമ്മുടെ ജനാധിപത്യത്തിനുണ്ട്. 100 പേരുള്ള അല്ലെ 1000 പേരുള്ള ഒരു വാർഡിൽ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും 2 പേർക്ക് 300 വീതം വോട്ട് ലഭിക്കുകയും മൂന്നാമത്തെ ആളിന് 400 വോട്ട് ലഭിക്കുകയും ചെയ്താൽ 400 വോട്ട് കിട്ടിയ ആളിനെ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം. സമ്മതിദായകർക്ക് വേണ്ടാത്തയാളിനെയാണ് നമ്മൾ വിജയിയായി പ്രഖ്യാപിച്ച് 5 കൊല്ലക്കാലം ഭരണമേൽപ്പിച്ചു വിടുന്നത്. ഈ 5 ആണ്ടിനിടയിൽ അയാളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ന്യൂനതയുണ്ട്, വീഴ്ചയുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ, അയാൾ പക്ഷപാതപരമായി പ്രവർത്തിക്കുകയാണ്, അയാൾക്ക് സ്ഥാപിത താല്പര്യ സംരക്ഷണങ്ങളുണ്ട് എന്ന് നമുക്ക് ബോധ്യമായാൽ പോലും 5 ആണ്ടിലേക്ക് അയാളെ സഹിക്കുകയല്ല, നമുക്ക് വേറെ മാർഗമില്ല, തിരിച്ചു വിളിക്കാൻ കഴിയുന്നില്ല എന്നതും ഒക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ജനാധിപത്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മുടെ ജനാധിപത്യത്തിന്റെ ശോഭയും സൗന്ദര്യവും നമുക്കറിയാം. നമുക്ക് തിരഞ്ഞെടുക്കാൻ, നമുക്ക് ചോദിക്കാൻ, നമുക്ക് വിമർശിക്കാൻ, നമുക്ക് വിയോജിക്കാൻ, നമുക്ക് വിവരമറിയാൻ, അധികാരത്തിലേക്ക് ആൾക്കാരെ വാഴ്ത്താനും അവിടെ നിന്ന് അവരെ വീഴ്ത്താനും എല്ലാമുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രസക്തിയും. അതാണ് ലോകത്തേത് രാജ്യത്തുമുള്ള ജനങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യം ഇന്നും അതിന്റെ രൂപത്തിൽ അനുഭവിക്കുന്നവരാണ് ഇന്ത്യക്കാർ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ജനാധിപത്യം ജനങ്ങൾ സർക്കാരിനെ തിരക്കുന്ന സംവിധാനം മാത്രമല്ല,
സർക്കാർ ജനങ്ങൾക്ക് ഉത്തരവാദിയാകുന്ന സംവിധാനം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ സർക്കാരുകൾ ജനങ്ങളോട് ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരും ജനങ്ങൾക്ക് ഉത്തരവാദിയും, ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്, ജനങ്ങളുടെ വീഴ്ചകൾക്ക്, ജനങ്ങളുടെ നേട്ടങ്ങൾക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിന്, ജനങ്ങളുടെ ഐശ്വര്യത്തിന്, അവരിൽ വന്നു ഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിയാവുന്ന സംവിധാനം കൂടിയാണ് ഇന്ത്യൻ ജനാധിപത്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു അർത്ഥം വൈവിധ്യത്തിൽ ഐക്യം എന്നത് തന്നെയാണ്. ഇന്ത്യ ഏതെങ്കിലും ഒരു ഭാഷയുടെയോ ഒരു മതത്തിന്റെയോ ഒരു സംസ്കാരത്തിന്റെ രാജ്യമല്ല. നമുക്കറിയാം, നമുക്കൊരു ദേശീയ മതമില്ല, നമുക്കൊരു ദേശീയ ജാതിയില്ല, നമുക്കൊരു ദേശീയ സംസ്കാരമില്ല. നമ്മളിപ്പോ മലയാളത്തിൽ സംസാരിക്കുന്നു, കാരണം കേരളത്തിലുള്ളവരാണ് ഇതിനകത്ത് കേൾക്കുന്നവരധികം വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയാണ് എന്നതുകൊണ്ടാണ്. ഇതേ അമ്മനാടിന്റെ ഇതേ ആവശ്യങ്ങൾ, ഇതേ കാര്യങ്ങൾ തമിഴ്നാട്ടുകാർ സംസാരിക്കുകയാണ്. ഇതേ സാധനം, സബ്ജക്റ്റ് ഒന്ന് തന്നെയാണ്, പക്ഷെ അവരുടെ ഭാഷ അവരുടെ ഭാഷയിൽ പറയുന്നു. കർണാടകക്കാരത് സംസാരിക്കുന്നു. ഉത്തര ഭാരത നഗരങ്ങളിലേക്ക് ചെന്നാൽ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് ഇതേ സാധനമാണ്. ഈ വൈവിധ്യമാണ്, ഈ വൈജാത്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സൗന്ദര്യം. ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രസക്തിയും. നമ്മുടെ സെക്യുലറിസം, നമ്മൾ ഈ പറഞ്ഞല്ലോ, നാനാത്വത്തിൽ ഏകത്വം, നമ്മൾ ഇട്ട പേരും അങ്ങനെയാണ്, നാനാത്വത്തിൽ ഏകത്വം. നമ്മുടേതൊരു സെക്യുലർ രാഷ്ട്രമാണ്. നമ്മുടെ സെക്യുലറിസം മറ്റു പല രാജ്യങ്ങളിലെയും സെക്യുലറിസത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിർവചനപരമായി തന്നെ നമ്മുടെ സെക്യുലറിസത്തിന് വ്യത്യാസമുണ്ട്. പല രാജ്യങ്ങളിലും സെക്യുലറിസം നിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതനിഷേധമാണ്. പലയിടത്തും മതനിഷേധമാണ്. എന്നാൽ നമ്മുടെ രാജ്യം ഒരു മതത്തെയും നിഷേധിക്കുന്നില്ല. അതേസമയം ഈ നമ്മുടെ സെക്യുലറിസം ഒരു മതത്തോടും കൂടുതൽ അടുപ്പം കാണിക്കുന്നില്ല. എല്ലാ മതത്തെയും ഉൾക്കൊള്ളുകയും എല്ലാ മതസംസ്കാര ആദർശ ആശയങ്ങളോട് സമതുലിതമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് നമ്മുടെ സെക്യുലറിസം. നിരപേക്ഷത എന്നാൽ നിരാശമല്ല. നമ്മൾ എല്ലാ മതങ്ങളുടെയും എല്ലാ നന്മയെയും ഉൾക്കൊള്ളുന്നു എന്നതാണ്. അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ സൗന്ദര്യം എന്ന് ഞാൻ പറഞ്ഞത്, പ്രസക്തി എന്ന് പറഞ്ഞത്. നമ്മുടെ യഥാർത്ഥ ദേശീയ ഐക്യം ഈ സെക്യുലറിസം എന്ന കാണാച്ചരടിൽ കോർത്തിണക്കിയിട്ടുള്ളതാണ്. എല്ലാത്തരം വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും ഒരുമിച്ച് ജീവിക്കുവാനുള്ള കഴിവ്, അതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ, നമ്മുടെ ജനാധിപത്യത്തിന്റെ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രസക്തി എന്ന് ഞാൻ പറയുന്നത്. ഇനി നമുക്കിതിനൊരു മറുവശ ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ചു, നമ്മൾ സമ്പൂർണമായി സ്വതന്ത്ര രാജ്യമാണ്, റിപ്പബ്ലിക്കാണ്. പക്ഷെ അത് ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗവും സമ്പൂർണമായി ഇന്ന് അനുഭവിക്കുന്നുണ്ടോ എന്ന് പുതിയ തലമുറ, വളരുന്ന തലമുറ, മോഡറേറ്റർ പറഞ്ഞതുപോലെ CJP പോലെയുള്ള സംഘങ്ങളായി രൂപപ്പെട്ടു വരുന്ന നമ്മുടെ ചലനാത്മകമായ, ക്രിയാത്മകമായ, ഊർജസ്വലരായ, തേജസ്സുറ്റ സമൂഹം, ഡൈനമിക് സൊസൈറ്റി ഇന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 1947 നാം സ്വതന്ത്രരായി. പക്ഷെ ഇന്ന് ഓരോ പൗരനും തുല്യമായി ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ? മഹാനായ മഹാത്മജി പറഞ്ഞത് ഇവിടെ പാർക്കുന്ന മുഴുവൻ പേരുടേതുമാണ് ഈ രാജ്യമെന്ന്. ഈ മഹത്തായ രാജ്യാതിർത്തിക്കകത്ത് പാർക്കുന്ന മുഴുവൻ, ഇവിടുത്തെ ശ്വാസം, ഇവിടുത്തെ വായു ശ്വസിക്കുന്ന, ഇവിടുത്തെ വെള്ളം കുടിക്കുന്ന,
ഇവിടെ അന്തി ഉറങ്ങുന്ന, ഇവിടെ പാർക്കുന്ന മുഴുവൻ പേരുടേതുമാണ് ഇന്ത്യ എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഹിന്ദു ഹിന്ദു ഹിന്ദുസ്ഥാൻ, ഹിന്ദുസ്ഥാൻ മേൻ രഹനാ ഹോഗ തോ വന്ദേ മാതരം കഹനാ ഹോഗ. ഒറേറ്റർ വന്ദേ മാതരം പാടിയ കഥകളെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, അനുഭവത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഹിന്ദു ഹിന്ദു ഹിന്ദുസ്ഥാൻ, ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നതാണ് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാനിൽ പാർക്കണമെങ്കിൽ നിങ്ങൾ വന്ദേ മാതരം പാടിയേ കഴിയൂ. നമുക്കതിനൊരു വിരോധമൊന്നുമില്ല. പക്ഷെ ഒരുതരം ഉന്മത്തമായ ദേശീയതയുടെ പേരിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇന്നും അഡ്രസ് ചെയ്യപ്പെടാത്ത നിരവധി കാര്യങ്ങൾ കിടപ്പുണ്ട്. ദാരിദ്ര്യം. പണക്കാരൻ വീണ്ടും പണക്കാരനായിക്കൊണ്ടിരിക്കുമ്പോ പട്ടിണിക്കാരൻ വീണ്ടും പട്ടിണിക്കാരനായിക്കൊണ്ടിരിക്കുകയാണ്. പണിക്കാരൻ എന്നും പണിക്കാരനായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവന്റെ ദാരിദ്ര്യം മാറുന്നില്ല. തൊഴിലില്ലായ്മ. നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കൾ, തൊഴിലില്ലാത്ത യുവാക്കളാണ് ഒരു ആഹ്വാനത്തോടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാതെ, ഒരു മതസംഘടനയുടെ പിൻബലമില്ലാതെ ലക്ഷക്കണക്കിന് കുട്ടികൾ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തിയത്. അവരുടെ വയറിന്റെ വിശപ്പിന്റെ വിളിയാണ്, അവരുടെ തൊഴിലില്ലായ്മയാണ് അടിസ്ഥാന കാരണം. വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് അസമത്വം ഇല്ലേ? ജാതിലിംഗ വിവേചനം ഇന്ന് തുടങ്ങിയവ ഇല്ലേ? ഇതൊക്കെ നിലനിൽക്കുമ്പോ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രം കൊണ്ട് നമ്മൾ സാരേ ജഹാംസെ പാടിയാൽ തീരുമോ കാര്യം എന്നതാണ് ചിന്തിക്കേണ്ട വിഷയം. നമ്മുടെ ജനാധിപത്യത്തിന്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എവിടൊക്കെയോ പ്രതിസന്ധികൾ ഉണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ പുതിയ തലമുറ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾക്ക് മാത്രം മതിയോ ജനങ്ങൾ? ആ തെരഞ്ഞെടുപ്പ് പോലെ നടക്കുന്ന നടപടിക്രമങ്ങൾ സുതാര്യമാണോ? EVM-നെ കുറിച്ച് കേൾക്കുന്ന ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ലോകത്തിന്റെ തമ്പുരാനായി നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന, അവർ അവകാശപ്പെടുന്നതാണ് അമേരിക്കയാണ്. അമേരിക്കയിൽ പോലും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് പേപ്പർ ബാലറ്റാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അമേരിക്കക്കാർ വിചാരിച്ചാൽ വോട്ടിംഗ് മെഷീനിലൂടെ വോട്ട് ചെയ്യാൻ വയ്യാഞ്ഞിട്ട് അവരെക്കാൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മളാണ് മെച്ചം. അവർക്ക് ഓഡിറ്റബിൾ പേപ്പർ റെക്കോർഡ് ഉണ്ട്. അവർ പേപ്പർ ബാലറ്റിലൂടെയാണ് ഇന്നും സമ്മതിദാന അവകാശം വിനിയോഗിച്ചു വരുന്നത്. ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് പോലും അതിന്റെ സ്വതന്ത്രമായ പരിശോധനയ്ക്ക് പേപ്പർ ട്രെയിൽ അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ രാജ്യത്ത് VVPAT-നെ കുറിച്ച്, EVM-നെ കുറിച്ചും വ്യാപകമായ പരാതികൾ ഉള്ളപ്പോഴും അത് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടു പോകാതെ പരാതിരഹിതമായി, സംശയരഹിതമായി വോട്ടറെ, ജനത്തിനെ, പൗരനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ യുവാക്കൾ അല്ലെങ്കിൽ ചില പ്രസംഗങ്ങളിൽ പോലും നമ്മൾ കേൾക്കും, ഞങ്ങളുടെ മത്സരം സ്ഥാനാർത്ഥിയും ഞങ്ങളും തമ്മിലല്ല, വോട്ടിംഗ് മെഷീനും ഞങ്ങളും തമ്മിലാണെന്നാണ്. അങ്ങനെയൊക്കെ ആക്ഷേപം ഉന്നയിക്കാനും മാത്രം എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ ധരിക്കുന്നുവെങ്കിൽ, സംശയിക്കുന്നുവെങ്കിൽ ആ സംശയം അസ്ഥാനത്താണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ കഴിയണം. അമേരിക്കയിലെ വോട്ടിംഗ് സംവിധാനത്തെ കുറിച്ച് പൗരന് ആക്ഷേപമില്ല. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം, നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരുടെ നിലപാടുകൾ, ഇതെല്ലാം ഇന്ന് ആക്ഷേപങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് CJP അവിടെ വന്നത്? യുവാക്കൾ ജന്തർ മന്ദറിൽ എത്തിയത്? മത്സര പരീക്ഷകളുടെ നടത്തിപ്പിന് എന്റെ ഭാവിയെ തീരുമാനിക്കുന്നത് നാളെ ഞാൻ കണ്ട സ്വപ്നം, പതിറ്റാണ്ടുകളായി ഞാൻ പേറിക്കൊണ്ട് നടക്കുന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ കടമ്പയാണ് എന്റെ പരീക്ഷ. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതുമ്പോൾ എന്റെ കുടുംബം മൊത്തം എന്നിൽ വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കുകയാണ്, പ്രാർത്ഥനയുമായി കാത്തിരിക്കുകയാണ്. താൻ പാതി ദൈവം പാതി, എന്റെ പകുതി ചെയ്തു കഴിഞ്ഞു ദൈവമേ ബാക്കി നീ പ്രവർത്തിക്കണമേ എന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾ ഇരിക്കുമ്പോ ആ മേഖലയിൽ അവർക്ക് വിശ്വാസമില്ലാത്ത രീതിയിൽ പരീക്ഷാ നടത്തിപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് നൂതന സംവിധാനങ്ങളിലൂടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരീക്ഷാ ഹാളിന് പുറത്തേക്ക് പറന്നുകൊണ്ടിരിക്കുന്നു.
അത് പറഞ്ഞാൽ പറയുന്ന ആളിനെ കുറ്റക്കാരനാക്കുകയും അത്തരം വീഴ്ചകളെ പരിഹരിക്കാതിരിക്കുകയും ചെയ്യുന്ന, എതിരഭിപ്രായങ്ങൾ പറയുന്നവനെ വ്യക്തിഹത്യ ചെയ്യുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന സമീപനം നമ്മുടെ ജനാധിപത്യത്തിന്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം ഭൂഷണമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. പാർലമെന്റിന്റെ പരിശോധനാ ശേഷി എവിടം വരെ ഉണ്ട്? നമ്മുടേത് ജനാധിപത്യം എന്നാണെങ്കിലും ആധിപത്യം നടക്കുന്ന പ്രതിനിധികളുടെ ആധിപത്യമാണല്ലോ. ജനങ്ങൾക്ക് ആധിപത്യമില്ല, ജനപ്രതിനിധികൾക്കാണ് ആധിപത്യം. അധികാരം കൈയാളുന്ന ജനപ്രതിനിധികളാണ്. ഒരു വിഷയത്തിൽ, ഒരു പ്രശ്നത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണത്തിന് വിട്ടാൽ പാർലമെന്ററി കമ്മിറ്റിക്ക് പരിശോധനാ ശേഷി എത്രത്തോളം ഉണ്ട്? JPC റിപ്പോർട്ടുകൾ ഈ കാലയളവിൽ വന്നതിന്റെയൊക്കെ അവസ്ഥ എന്താണ്? ജനാധിപത്യം ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും അഭിപ്രായങ്ങളെ ഒരുപോലെ കേൾക്കാനുള്ള വേദിയാണ്. പ്രതിപക്ഷത്തിന് ഇന്ന് മതിയായ ഇടം നമ്മുടെ രാജ്യത്തുണ്ടോ? നമ്മുടെ വിവിധ സംസ്ഥാന നിയമസഭകളിലുണ്ടോ? പാർലമെന്റിലും നിയമസഭകളിലും അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വേണ്ട വിധം കേൾക്കുന്നുണ്ടോ? ഉത്തരവാദപ്പെട്ടവർ മാറി നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചോദ്യകർത്താക്കളെ വ്യക്തിഹത്യ ചെയ്യിക്കുന്ന പ്രവണതയല്ലേ നമ്മൾ കണ്ടുവരുന്നത്? ഇതിന് ആലങ്കാരികമായി പറയേണ്ട ഒരു കാര്യവുമില്ല. ഞാനിപ്പോ പറയുമ്പോ ഓരോ വ്യക്തികളുടെയോ മന്ത്രിമാരുടെയോ മറ്റാരുടെയോ പേര് പറയാതെ തന്നെ ആനുകാലിക സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നുണ്ടാവുമല്ലോ. നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം എവിടം വരെയായിരുന്നു? ജനാധിപത്യത്തിന്റെ 4ാമത്തെ സ്തംഭമാണ്. അച്ചടി മാധ്യമങ്ങൾ പലതും പൂട്ടി. മാധ്യമങ്ങൾ സർക്കാർ വിപണിയായി മാറി. ഈ പെയ്ഡ് ന്യൂസിന്റെ ചാകരയാണ് ഇപ്പോൾ TV-കളിൽ. വാർത്താലേഖകരുടെ മുന്നിലേക്ക് ഭരണാധികാരികൾ വരുന്നില്ല. എത്ര വർഷമായി? അതിലൊരു പ്രതികരണവും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്കില്ല. കിട്ടുന്നവരെ കിട്ടി അവരുടെ പുറകെ പായുന്നതും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വാർത്തകൾ ഉണ്ടാക്കി ദിവസം മുഴുവനും പേജും സമയവും കളയുന്നതുമല്ലാതെ അധികാര കേന്ദ്രങ്ങളെ പിടിച്ചു നിർത്തി സംസാരിക്കാൻ ആർജവമുള്ള മാധ്യമ പ്രവർത്തനം തന്നെ ഇല്ലാതാക്കി. ഈ പോക്ക് അധികാര കേന്ദ്രീകരണത്തിലേക്കാണ്. ഇങ്ങനെ അധികാരം കേന്ദ്രീകരിക്കുന്നത് നല്ലതോ ദോഷമോ, ശരിയോ തെറ്റോ? ഒറ്റ തെരഞ്ഞെടുപ്പും ഏക സിവിൽ കോഡും ഒരു സംസ്കാരവും ഒരു വേഷവും എതിർ ശബ്ദങ്ങളെ പുച്ഛിച്ചു തള്ളുക. കേരളീയർക്ക് പുതിയ പേര് വീണില്ലേ ഇപ്പോ? വേഷം നോക്കി ആൾക്കാരെ തരംതിരിക്കുന്ന സംസ്കാരം. ദളിതരിരുന്ന കസേരകൾ, ജഡ്ജിമാരുടെ ഇരുന്ന കസേര, ദളിതനായ ജഡ്ജി ട്രാൻസ്ഫർ ആയിട്ട് പുതിയ ജഡ്ജി വരുമ്പോ നേരത്തെ ജഡ്ജി ഇരുന്ന കസേര തിളച്ച വെള്ളത്തിൽ കഴുകിയെടുത്ത് പുതിയ ജഡ്ജി വന്നിരുന്ന രാജ്യമാണ് നമ്മുടേത്. ബഹുമാന്യനായ ഖർഗെയുടെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. മഹാത്മജി പറഞ്ഞു, ഏത് രാജ്യത്തിന്റെയും സ്വാതന്ത്ര്യത്തെ വിലയിരുത്തുന്നത് അവിടുത്തെ ഏറ്റവും ദരിദ്രന്റെ ജീവിതത്തിലെ സ്വാതന്ത്ര്യത്തെ അളന്നുകൊണ്ടാണ്. ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയാണ് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അളവുകോലായി പരിഗണിക്കുന്നതെന്നാണ്. നമ്മുടെ രാജ്യത്തിൽ ദരിദ്രരായ, പാവങ്ങളായ മനുഷ്യർ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ പല തരത്തിലും ബുദ്ധിമുട്ടുകയാണ്. ഇല്ലെന്ന് പറയുന്നത് വ്യാജമാണ്. ചില നഗരങ്ങളിൽ ഉറങ്ങാൻ കിടക്കുന്നവർ ബുൾഡോസർ സ്വപ്നം കണ്ടുകൊണ്ടാണ് രാത്രി ഉണർന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ബസ്തർ മേഖല ഇപ്പോഴും ലോക ശ്രദ്ധ പിടിക്കുന്ന സ്ഥലമാണ്. ഈ 2026 മെയ് ജൂൺ മാസങ്ങളിൽ അവിടെ ആദിവാസികൾക്കെതിരെ നടന്ന ആക്രമണങ്ങളും ഭീഷണികളും, ക്രിസ്ത്യൻ ആദിവാസികൾ, സുക്മാൻ ജില്ല നമുക്കറിയാം, അവിടെ ആരാധനാ സമ്മേളനത്തിന് നേരെ ഉണ്ടായ ആക്രമണം, മണിപ്പൂരിലെ സംഭവങ്ങൾ നമുക്കറിയാം. ഇതെല്ലാം
ശക്തമായ വംശീയ ആദിവാസി രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള സാധനം കൂടിയാണ്. ഇതിന്റെ ആഴവൻ എനിക്ക് എന്റെ എതിരായിട്ടുള്ള വേദന നമുക്ക് കൂടുന്നത് ഇതിന്റെ എല്ലാം ഉത്ഭവസ്ഥാനം, ഇതെല്ലാം നിയന്ത്രിക്കാൻ അധികാരം ഏൽപ്പിക്കപ്പെട്ടിടത്ത് തന്നെയാണ് എന്നതാണ് പ്രശ്നം. മണിപ്പൂരും ഒഡീഷയും ഉത്തർപ്രദേശും മധ്യപ്രദേശും ജാർഖണ്ഡും തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഇത് വിവിധ തോതിൽ പല തരത്തിൽ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നടക്കുന്ന സംഭവങ്ങളിൽ എത്രയോ ശതമാനം കുറച്ചാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ഒരു പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന വിവിധ മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ ഇന്ന് എവിടെ? എത്ര എണ്ണം? 1000-ഓളമെങ്കിലും. ഒരു കണക്കനുസരിച്ച് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ ഒരു കണക്കിൽ 132-ലധികം ആക്രമ സംഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. 2023 കണക്കായി പറയുന്നത്. ഭക്ഷണത്തിന് സ്വാതന്ത്ര്യമില്ല. ഞാൻ എൻ്റെ ശരീരത്തെ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എൻ്റെ നാവിൻ്റെയും വായുടെയും ഉമനീരിന്റെയും ടേസ്റ്റ് അനുസരിച്ച് ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം എവിടം വരെയാണ്? ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നിലവാരം നമ്മൾ എന്ത് അളവുകോലിലാണ് ഇനി പരിഗണിക്കേണ്ടത്, അളക്കേണ്ടത്? എന്ത് ഉപയോഗിച്ചാണ് അളക്കേണ്ടത്? അതിന്റെ മാപിനി എന്താണ്? ജനാധിപത്യത്തിന് സർക്കാർ ശക്തമായിരിക്കുക തന്നെ വേണം. ശക്തമായ സർക്കാർ ഉണ്ടാവണം. അതോടൊപ്പം പൗരനും ശക്തിയും അധികാരവും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം സാർത്ഥകമാകൂ, നമ്മുടെ സ്വാതന്ത്ര്യം സാർത്ഥകമാകൂ. ഇത്തരം കാര്യങ്ങൾ ഒരു ദിവസം ഉണ്ടായി വന്നതെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഏകകക്ഷി ഭരണം നടന്നിരുന്ന നാടാണ് നമ്മുടേത്. എത്ര പതിറ്റാണ്ടുകൾ അവർ ഭരിച്ചു. പക്ഷെ അതിൽ നിന്ന് ചോർന്ന് വന്നാണ് ഇങ്ങനത്തെ അവസരം ഇപ്പോൾ ഉണ്ടായത്. ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു ബ്യൂറോക്രാറ്റ് ഒരു ഇടവേളയിൽ പ്രധാനമന്ത്രിയായ ഒരു കാലഘട്ടത്തിൽ വന്നതാണ് നമ്മുടെ വിവരാവകാശ നിയമം. അത് അന്നുണ്ടായത് കൊണ്ട് ഉണ്ടായി, അതിന് മുമ്പുണ്ടായിട്ടില്ല. പിന്നീടുള്ള സാഹചര്യങ്ങളാണ് അങ്ങനെ ഉണ്ടാവുകയുമില്ല. ഇന്ത്യൻ ജനാധിപത്യത്തെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ ഭരണകൂടങ്ങളെ അക്കൗണ്ടബിൾ ആക്കിയ പ്രതിഭാസമാണ് വിപ്ലവമാണത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ നെടുന്തൂണാണ് ഈ അക്കൗണ്ടബിലിറ്റി. കാരണം വിവരമില്ലാത്ത പൗരന് ചോദ്യം ചെയ്യാനാവില്ല. തൊഴിലില്ലാത്ത പൗരൻ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ അവനെ പാറ്റ എന്ന് വിളിക്കുന്ന കാലമാണിത്. ആർട്ടിക്കിൾ 19 നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് തരുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ ജീവവായു ആണത്. ഏത് സർക്കാരിനെയും വിമർശിക്കാൻ കഴിയണം. പക്ഷെ ഇന്ന് സർക്കാരിനെ വിമർശിച്ചാൽ രാജ്യത്തെ വിമർശിക്കുന്നതായി വ്യാഖ്യാനിക്കുന്നത് എന്ത് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ എൻ്റെ രാഷ്ട്രീയം, എൻ്റെ വിശ്വാസം, എൻ്റെ ആദർശങ്ങൾ എൻ്റെ കോണിൽ ആംഗിളിൽ നിന്ന് ഞാൻ വിവരിക്കുന്നു, വ്യക്തമാക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. എതിർചേരിയിലുള്ളവർക്കും എതിർ കക്ഷിയിലുള്ളവർക്കും അത് പറയാം. അവരുടെ അഭിപ്രായമാണ്, അവരുടെ ആംഗിളാണ്, അവരുടെ വീക്ഷണമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഈ രണ്ട് വ്യത്യാസങ്ങളെയും ഒരുപോലെ കേൾക്കാനും സഹിക്കാനും കഴിയുന്ന സഹിഷ്ണുതയാണ് നമ്മുടെ സെക്യുലറിസം. മിസ്ഇൻഫർമേഷൻ ഇല്ലെന്നും ഹേറ്റ് സ്പീച്ചസ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫേക്ക് ന്യൂസുകളുടെ കാലമാണ്. അതുകൊണ്ടാണല്ലോ ചാനലുകൾക്ക് ന്യൂസ് കഴിയുമ്പോൾ ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് കൊടുക്കേണ്ടി വരുന്നത്. വ്യാജ വാർത്തകളുടെ കാലമാണ്, സംശയമില്ല. പക്ഷേ എല്ലാ വാർത്തയും വ്യാജമാണോ? നമ്മുടെ ഡിജിറ്റൽ കാലഘട്ടത്തിലെ പുതിയ പ്രതിസന്ധികളെ അഡ്രസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിജിറ്റൽ ഫ്രീഡം കൂടി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം ഡിജിറ്റൽ ഫ്രീഡം എന്ന് കൂടി ആവണം. പ്രൈവസി, പേഴ്സണൽ ഡാറ്റ, ഡിജിറ്റൽ സർവൈലൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ ക്രൈം, ഡീപ് ഫേക്സ്, മിസ്ഇൻഫർമേഷൻ, ഇതെല്ലാം ആധുനിക കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും നേരിടുന്ന വെല്ലുവിളികളാണ്. ഇതിനെ ക്രിയാത്മകമായി, സംശയരഹിതമായി, പരാതിരഹിതമായി അഡ്രസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എന്ത് പദ്ധതികളാണ് നമ്മൾ ചെയ്യുന്നത്?
ഏതെങ്കിലും പ്രൈവറ്റ് കോർപ്പറേറ്റ് മുതലാളിമാരുടെ കീശകൾ വീർക്കുന്ന അവർ വിഭാവന ചെയ്യുന്ന പദ്ധതികൾക്ക് ഔദ്യോഗിക രൂപവും ഭാവവും നൽകി അവതരിപ്പിച്ച് പണമുണ്ടാക്കി കമ്മീഷൻ അടിക്കുന്ന സംവിധാനത്തിനപ്പുറത്ത് വിശാലമായ ചിന്തകൾ ഉണ്ടാവണം. സാങ്കേതിക വിദ്യ മനുഷ്യനെ കൂടുതൽ സ്വതന്ത്രനാക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ആക്കേണ്ടതുണ്ട്. പക്ഷേ ഈ സാങ്കേതിക വിദ്യക്കകത്ത് മനുഷ്യൻ കൂടുതൽ നിരീക്ഷിക്കപ്പെടുന്നവനാകുന്നുണ്ട്. നമ്മുടെ കാർ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ സാറ്റലൈറ്റിനറിയാം. അതുകൊണ്ടാണ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ വണ്ടിക്ക് അവർ വഴി കാണിച്ചു തരുന്നത്. ഗൂഗിൾ മാപ്പ് നമുക്ക് വഴി കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എവിടെയായി എന്ന് അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭാവിയിൽ നമ്മുടെ സ്വാതന്ത്ര്യം ശക്തമായ സർക്കാർ മാത്രമാവരുത്, ശക്തമായ പൗരൻ കൂടിയാവണം. അധികാരി വർഗത്തോട് ചോദ്യം ഉന്നയിക്കാൻ കഴിയുന്ന പൗരൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന വിശാല താല്പര്യം മനസ്സോടെ അവനെ കാണാനും അവനോട് നെഞ്ചു പിരിച്ചു നിന്ന് മറുപടി പറയാനും കഴിയുന്ന അധികാരികൾ ഉണ്ടാവണം. ജവഹർലാൽ നെഹ്റുവിനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചു നിർത്തിയ മഹത്വം അതുണ്ടാവണം. നമുക്ക് ഒറ്റ ചോദ്യം മുന്നിൽ വെച്ച് നിർത്തുകയാണ്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ, അത് മോഡറേറ്റർ അവസാനിപ്പിച്ചതുപോലെ നമ്മുടെ ഫ്രീഡം അതൊരു കണ്ടിന്യൂസ് മൂവ്മെന്റ് ആയിരിക്കണം. ആ മൂവ്മെന്റില് നമ്മുടെ വരും തലമുറയെ ഈ സ്വാതന്ത്ര്യത്തിന്റെ കടിഞ്ഞാൺ ഏൽപ്പിച്ചു വിടുവാൻ അവരിലേക്ക് കൈമാറാൻ നമ്മുടെ എന്തുണ്ട്? അതിന് അവരറിവുള്ള പൗരന്മാരായിരിക്കണം, ചോദിക്കാൻ ശേഷിയുള്ള പൗരന്മാരായിരിക്കണം, വോട്ട് ചെയ്യുന്നത് സുതാര്യമാണ് എന്ന് ബോധ്യപ്പെടാൻ അവകാശമുള്ള പൗരന്മാരായിരിക്കണം, അഭിപ്രായങ്ങളോട്, പദ്ധതികളോട്, നിർദ്ദേശങ്ങളോട്, ആശയങ്ങളോട് വിയോജിക്കാൻ കഴിയുന്ന പൗരനായിരിക്കണം, നിയമത്തെ ബഹുമാനിക്കുന്ന പൗരന്മാരായിരിക്കണം, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന പൗരന്മാരായിരിക്കണം. 1947 നമ്മൾ രാഷ്ട്രീയമായി സ്വാതന്ത്ര്യം നേടി. 50 നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഭരണഘടന അടിത്തറയുണ്ടാക്കി തന്നു. ജനാധിപത്യം ആ സ്വാതന്ത്ര്യം ജനങ്ങളുടെ കൈകളിൽ നിലനിർത്തി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്നിനി ഉത്തരവാദിത്വം നമ്മുടേതാണ്, നമ്മുടെ വരും തലമുറകളുടേതാണ്. ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക മാത്രമല്ല, അതിന്റെ അർത്ഥം ഓരോ പൗരന്റെയും സിരകളിൽ എന്നും സ്പന്ദിക്കുന്ന ആവേശമായി പകർന്നു നൽകുവാൻ കഴിയുന്ന പദ്ധതികൾ എന്തുണ്ട് നമ്മുടെ കയ്യിൽ, ഇല്ലെങ്കിൽ നമുക്ക് ആ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതില്ലേ എന്ന കാര്യം ഈ സദസ്സിന്റെ മുമ്പിൽ, ഈ സഭയുടെ മുന്നിൽ ചർച്ചയ്ക്കായി വെച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. ഇത്രയും പ്രിയപ്പെട്ട ഡോക്ടർ ഹക്കീം വളരെ പ്രൗഢമായ ഒരു പ്രഭാഷണമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. വളരെ ശ്രദ്ധയോടെ ഞാൻ അത് മുഴുവൻ കേൾക്കുകയുണ്ടായി. എന്താണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം, അതിനുള്ളിലെ പ്രതിസന്ധികൾ എന്താണ്, സ്വാതന്ത്ര്യം ഏതെല്ലാം തലങ്ങളിലാണ് ഇന്ന് അനുഭവിക്കപ്പെടുന്നത്, ഏതെല്ലാം മേഖലകളിലാണ് അതിന് വെല്ലുവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, എന്തല്ല സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം വിശദമായി പറയാൻ ശ്രമിച്ചു. ഫ്രീഡം ഓഫ് ദ പ്രസ്, ഫോർത്ത് പില്ലർ ഓഫ് ജനാധിപത്യം, ഡെമോക്രസി എന്ന് നമുക്ക് അദ്ദേഹം വിശദീകരിച്ചു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭരണകൂടത്തെ വിമർശിക്കുന്നത് രാജ്യത്തിന്റെ വിമർശനമാണ് എന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് ടു ഡിസെന്റ്, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി
ഡോക്ടർ ഹക്കീം അവതരിപ്പിക്കും ഉണ്ടായി. സ്വാതന്ത്ര്യം എന്നത് ഭരിക്കുന്നവർ തരുന്ന ഔദാര്യമല്ല, പിന്നെയോ ജനങ്ങളുടെ അവകാശമാണ്. അതുപോലെ തന്നെ ചോദ്യം ചെയ്യാനുള്ള, ഡിസെന്റിനുള്ള, വിയോജിപ്പിനുള്ള ഒരു പൗരന്റെ അവകാശം സ്വാതന്ത്ര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി ഹക്കീം സാർ ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. വോൾട്ടയറിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് നിരന്തരമായി വോൾട്ടയറിനെ വിമർശിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം വോൾട്ടയറിന്റെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നിരന്തരമായി എതിർത്ത് പ്രസംഗിക്കുക, എഴുതുക ഒക്കെ ചെയ്യുന്നയാൾ. ഒരിക്കൽ ഇവർ തമ്മിൽ വലിയൊരു വാദമുണ്ടായി. വോൾട്ടയറിന്റെ ഈ ആദർശ ശത്രു പിണങ്ങി ഇറങ്ങിപ്പോവുകയാണ്. അപ്പോഴേക്ക് വോൾട്ടയർ പറയുന്ന ഒരു വാചകം ഇപ്രകാരം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നീ പറയുന്നത് തെറ്റാണ് എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലും നിനക്കത് തെറ്റാണ് എന്ന് പറയാനുള്ള നിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ ജീവൻ പണയം വെച്ചും പോരാടും. അതുകൊണ്ട് അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. താങ്ക് യു സർ സോ മച്ച് ഫോർ യുവർ പ്രൊഫൗണ്ട് പ്രസൻറ്റേഷൻ. ഇപ്പോഴ് നമ്മളെ ചർച്ചയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. അതിനു മുമ്പായിട്ട് മിസ്റ്റർ വിൽസൺ അനൗൺസ്മെന്റ്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജേക്കബ് സാർ, അതിനുശേഷം ചർച്ച ഒരു അല്പസമയം റെസ്പോൺസിനുള്ള സമയമാണ്. അത് ആ വിവരം കൂടെ ഒന്ന് പറഞ്ഞാട്ടെ പ്ലീസ്. ഇപ്പോഴേ അറിയിപ്പിന്റെ സമയമാണ്. ജേക്കബ് സാറിന്റെ പേരായിരുന്നു അറിയിപ്പെങ്കിൽ പോലും ചില ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വന്നു. ഓട്ടോ താങ്ക്സ് ഏറ്റിരുന്ന ആളിന് കയറാൻ പറ്റാതെ വന്നതിനാൽ ജേക്കബ് സാർ ഓട്ടോ താങ്ക്സ് ചെയ്യുന്നതായിരിക്കും. അറിയിപ്പിലേക്ക് പ്രവേശിക്കാം. ആദ്യമേ തന്നെ ഞാൻ പ്രാരംഭത്തിൽ വിട്ടുപോയ ഒരു സംഭവമാണ്. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്, 80ാം സ്വാതന്ത്ര്യ ദിനമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. അറിയിപ്പെന്ന് പറഞ്ഞാൽ അടുത്ത ശനിയാഴ്ച രാത്രി 8:30 ഇതേ ലിങ്കും ഇതേ പാസ്വേഡും വെച്ച് നമ്മുടെ അടുത്ത മീറ്റിംഗ് നടക്കുന്നതാണ്. നമ്മൾ ഒരു ശനിയാഴ്ച പോലും മുടങ്ങാത്ത മീറ്റിംഗ്, ഇങ്ങനെ 317ാമത്തെ മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് അടുത്ത ശനിയാഴ്ച മീറ്റിംഗിൽ പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നവർ ഇതേ ലിങ്ക് ഉപയോഗിച്ച് പ്രവേശിക്കുക. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പിറകാലെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ചർച്ചയിൽ സാധാരണ രീതിയിൽ സിസ്റ്റത്തിലൂടെ ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ പേര് എഴുതിയിടുകയോ ചെയ്യുന്നവരെ ആ ക്രമം അനുസരിച്ച് വിളിക്കുന്നതായിരിക്കും. ഒരു കാര്യം ദയവായിട്ട് സൂചിപ്പിക്കട്ടെ, വളരെ ഹ്രസ്വമായിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രം പറയാനായിട്ട് ദയവായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യരൂപേണയോ അഡീഷൻസോ രീതിയിലോ ആകാം, പ്ലീസ്. സിസ്റ്റത്തിൽ ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോണേ. ജേക്കബ് സാർ, ബി ഐ ജേക്കബ്. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചു കൊള്ളട്ടെ. എനിക്ക് ഇന്നത്തെ പ്രഭാഷണം വളരെ 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 പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അടുത്ത സമയത്ത് നടന്ന ഒരു അമെൻഡ്മെന്റ് ബില്ലിലൂടെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് ഭരണകക്ഷത്തിന്റെ ഒരാളെ, ഒരു ഏജന്റിനെ വെക്കുന്നതിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുക. കോടതിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കോടതിക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ നിയമ ഭേദഗതി ചെയ്യുക. ഇതൊക്കെ ഇതിനെയൊന്നും ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള ഭരണഘടനയുടെ പ്രിയാമ്പിൾ അനുസരിച്ച് ഇത് നമുക്ക് ചോദ്യം ചെയ്തുകൂടെ? ഈ ഒരു പാർലമെന്റിൽ പാസ്സാക്കിയ ഈ ബില്ലിനെ ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു ഏകാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാൻ സാധിക്കയില്ലേ? അതുപോലെ തന്നെ സാറ് പറഞ്ഞ ഒരു കാര്യം, ഇന്ന് നമ്മുടെ പത്രസ്വാതന്ത്ര്യം വളരെയധികം നമ്മുടെ റാങ്കിങ്ങിൽ വളരെ പുറകോട്ട് പോയിട്ടുള്ളതായിട്ടാണ് ഞാൻ അറിയുന്നത്. ഒരു കാലത്ത് കാർട്ടൂണിസ്റ്റ് ശങ്കർ സാർ പറഞ്ഞ പോലെ
ശങ്കർ ഒരു സമയത്ത് നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് സ്പെയർ മീ. അതുപോലെ തന്നെ കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാം, RK ലക്ഷ്മൺ, ഇവരൊക്കെ വളരെ നിശ്ചിതമായിട്ട് ഗവൺമെന്റിനെ, പ്രൈം മിനിസ്റ്ററെ ഒക്കെ വിമർശിച്ചവരാണ്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ എമർജൻസി ടൈമിൽ പോലും ഇന്ദിരാഗാന്ധിയെ RK ലക്ഷ്മണൊക്കെ വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു നമ്മുടെ സെൻസ് ഓഫ് ഹ്യൂമർ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. ഇതാണ്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, സാറിന്റെ ഒരു അഭിപ്രായം കേട്ടാൽ കൊള്ളാം. നമ്മുടെ ഓരോ റെസ്പോൺസിനും മറുപടി പറയുവാണോ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. 1-to-1 ആൻസറാ പറയുന്നത്. ഓക്കെ. പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയ ബില്ലിനെ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്നതാണ് ആദ്യം ചോദിച്ചൊരു കാര്യം. ചില സന്ദർഭങ്ങളിൽ ചില ബില്ലുകൾ അത് നിയമമാക്കുന്നതിന് മുമ്പ് റഫറൻഡത്തിന് വിടാറുണ്ട്, ഹിതപരിശോധനയ്ക്ക്. അത്തരം ഘട്ടങ്ങളിൽ നമുക്കൊക്കെ റെസ്പോൺസ് അയക്കാം. ഇവിടെ സഭ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പൗരന് അതിൽ ആക്ഷേപമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് അത് കേൾക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. അത് എത്രമാത്രം വിനിയോഗിക്കപ്പെടുന്നു അല്ലെങ്കിൽ അതിൻ്റെ ശ്രമങ്ങൾ എത്രമാത്രം വിജയിക്കുന്നു എന്നത് രണ്ടാമത്തെ കാര്യം. തത്വം ഞാൻ പറഞ്ഞത്, നമുക്ക് രാഷ്ട്രപതിയെ സമീപിക്കാൻ അതിന് കഴിയും ബിഫോർ രാഷ്ട്രപതി അത് ഒപ്പുവെക്കുന്നതിന് മുമ്പ്. ഫ്രീഡം ഓഫ് പ്രസിന്റെ കാര്യം പറഞ്ഞു. ഫ്രീഡം ഓഫ് പ്രസിലെ ലോകത്ത് ഫ്രീഡം ഓഫ് പ്രസിന്റെ ഗ്രാഫിൽ 1, 2, 3 സ്ഥാനങ്ങൾക്ക് താഴോട്ട് പോയിട്ടില്ലാത്ത രാജ്യമായിരുന്നു നമ്മുടേത്. ഇപ്പോ 100-ൽ താഴെയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാല് നിലനിൽപ്പിനുള്ള പോരാട്ടത്തിലായി ഇപ്പം മീഡിയകൾ ഇറങ്ങി. അവര് ഈ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി അവരുടെ വാണിയായി മാറുക, അല്ലെങ്കിൽ സർക്കാർ വിലാസം വാണികളായി മാറുക, എങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു തരത്തിലേക്ക് നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ അലകും പിടിയും മാറ്റപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ എന്ന് നമ്മൾ പറയുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഒട്ടുമിക്ക പേരും, ഈ പെയ്ഡ് ന്യൂസുകൾ ബ്രേക്കിംഗ് ന്യൂസുകളായി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലതും നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നുണ്ട്. ഈ ബോഫോസ് കേസ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന ചാര കേസ് പോലെ ഉണ്ടാക്കി വിടുന്ന, പടച്ചു വിടുന്ന ഒരുപാട് കേസുകൾ കൊണ്ട്, ഒരുപാട് വാർത്തകൾ കൊണ്ട് നിലനിന്നു പോകുന്ന മാധ്യമ കസറത്തുകൾക്കിടയിൽ ശരിക്കുമുള്ള മാധ്യമ പ്രവർത്തനം അസ്തമിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാവരും ഒഴുക്കിനെതിരെ നീന്താൻ മടിക്കുന്നവരാണ്. ആരെങ്കിലും അങ്ങനെ നീന്തുന്നുണ്ടെങ്കിൽ, മുമ്പൊക്കെ പത്രപ്രവർത്തനം നടത്തുമ്പോൾ ഒരു പത്രപ്രവർത്തകനോട് സോഴ്സ് വെളിവാക്കേണ്ടതില്ല എന്നാണ്. അത് പത്രപ്രവർത്തനത്തിന്റെ തത്വമാണ്. ജേർണലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ്. ഞാനൊരു വാർത്ത എഴുതിയാൽ, ഞാനൊരു വാർത്ത പ്രസിദ്ധീകരിച്ചാൽ, എൻ്റെ ന്യൂസിൽ എൻ്റെ ബൈലൈൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പത്രത്തിൽ ഞാൻ കൊടുക്കുന്ന ന്യൂസിന്റെ ഉറവിടം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്നിപ്പോ വാർത്ത വന്നാൽ അന്ന് വൈകുന്നേരം വാർത്ത കൊടുത്ത ആളിന്റെ വീട്ടിൽ പോലീസ് വരികയാണ്. അയാളുടെ ഉറവിടം അയാൾ പറഞ്ഞില്ല, പിന്നെ അയാളുടെ ഉറവിടം ഇല്ലാതാക്കുന്ന അവസ്ഥയിലെ കാര്യങ്ങൾ. ഇനി ഇന്ത്യ, ഞാൻ ഒരു തരം രാഷ്ട്രീയം പറയല്ല, എല്ലാവരുടെയും യോജിക്കാനും വിയോജിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു സംഭവമുണ്ട്. ഇന്ത്യ രാജ്യത്ത് 1 പതിറ്റാണ്ടിലേറെയായി മാധ്യമ പ്രവർത്തകരെ ഭരണ നേതൃത്വം കാണുന്നില്ല. ഏറെയും കുറഞ്ഞ് നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ പിടിച്ചിരുത്തിക്കൊണ്ട്
ഏത് മുഖ്യമന്ത്രി ആയാലും ആഴ്ചയിലൊരിക്കൽ നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകരോട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വിഷയങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ചോദിക്കാൻ അവസരമില്ല. PIB കൊടുക്കുന്ന അല്ലെങ്കിൽ പത്രക്കുറിപ്പുകളായി ലഭിക്കുന്ന അല്ലെങ്കിൽ സ്പോക്സ്മാൻ പറയുന്ന കാര്യങ്ങൾ അച്ചടിച്ച് അല്ലെങ്കിൽ വാർത്തയിലൂടെ വായിച്ചു വിടാനല്ലാതെ അവരുടെ മുന്നിലേക്ക് ഭരണാധികാരികൾ വരുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ അബു എബ്രഹാമിന്റെയും RK ലക്ഷ്മണന്റെയും ശങ്കറിന്റെയും ഒക്കെ കാലത്തെ ഭരണാധികാരികളും മാധ്യമ പ്രവർത്തനത്തിന്റെയും പ്രസക്തി മനസ്സിലാവുന്നത്. തീർച്ചയായും ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ഡെമോക്രസിക്ക് 4 പില്ലേഴ്സ് ആയിരുന്നു: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ദ പ്രസ്. ഡോക്ടർ മൻമോഹൻ സിംഗിന് ശേഷം, മൻമോഹൻ സിംഗിന്റെ കാലത്ത് 2005 ഒക്ടോബർ 12 മുതൽ നമ്മുടെ ഡെമോക്രസിക്ക് 5 പില്ലേഴ്സ് ഉണ്ട്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പ്രസ് ആൻഡ് ദ സിറ്റിസൺ. 5ാമത്തെ പില്ലറ് സിറ്റിസനെ 5ാമത്തേതും നെടുന്തൂണുമാക്കി കൊണ്ടുവന്നതാണ് RTI, ആ വിപ്ലവം. പ്രസിന്റെ മുന്നിൽ അഭിപ്രായം പറയാൻ ഭരണാധികാരി വരുന്നില്ലെങ്കിലും 10 രൂപയും വെള്ളക്കടലാസും ഉണ്ടെങ്കിൽ രാജ്യത്തെ ഏത് പൗരനും വില്ലേജ് ഓഫീസ് മുതൽ രാഷ്ട്രപതി ഭവൻ വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതി ചോദിക്കാവുന്ന സ്വാതന്ത്ര്യം ഇന്ന് നമുക്കുണ്ട്. പക്ഷെ അതിന്റെ കഴുത്ത് ഞെരുക്കുന്ന പരിഷ്കരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2019 പരിഷ്കരണത്തോടെ 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ ശക്തി പകുതി കണ്ട് ചോർന്നു പോയി. ഇപ്പോ 2023 കൊണ്ടുവന്ന DPDP, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്, ആ ആക്ടിലൂടെ ശേഷിച്ച ആ പകുതിയുടെ പകുതിയും ഏതാണ്ട് പോയി. സത്യത്തിൽ ശക്തമായി ഉപയോഗിച്ചാൽ ഈ 4 പില്ലറുകളുടെ നടുക്ക് 5ാമത്തെ തൂണായി ശക്തമായി പൗരനെ, സിറ്റിസനെ സ്ഥാപിച്ചെടുത്ത വിവരാവകാശ നിയമം മതി നമുക്ക് സകല അഴിമതിയും ഇല്ലാതാക്കാനും അക്കൗണ്ടബിലിറ്റി ശക്തമായി നിലനിർത്താനും. അതിന് വിവരാവകാശ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഒക്കെ മുന്നിട്ട് വരണം, നിൽക്കണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശരി, ഇനി താങ്ക് യു. അടുത്ത ആള് ഫിലിപ്പ് കല്ലടയാണോ? ഫിലിപ്പ് കല്ലട ഉണ്ടോ? ബ്രീഫായിട്ട് പറയണേ. ഓക്കെ, താങ്ക് യു. ഡോക്ടർ റഹീമിന്റെ പ്രഭാഷണം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ പോലെ തന്നെ 1-2 ആശങ്കകളുണ്ട്. അത് മാത്രമാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിനൊരു വശമുണ്ട്. കാരണം ജനാധിപത്യം ലോകത്ത് സ്ഥിരമായി നിന്ന് ഒരു രാജ്യവും ഇല്ല, ഒരിക്കലും നിന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലനിൽക്കുന്ന US-ലാണ്, ബാക്കിയുള്ളിടത്തൊക്കെ അത്രത്തോളം ആയിട്ടില്ല. അതിനിടയിൽ പല കുഴാമറച്ചിലുകളുണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കല്ലേ നീങ്ങുന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ആശങ്ക. അതിൻ്റെ കാരണങ്ങൾ, ഒന്ന്, ഇവിടുത്തെ ജുഡീഷ്യറിയാണ് 4ാം പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ബാക്കി 3 പില്ലറുകളും ആരുടെ കയ്യിലാണ്? ഒരേ ഒരു വ്യക്തി വിചാരിച്ചാൽ ഇവിടെ ജുഡീഷ്യറിയെ നിയന്ത്രിക്കാം, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാം, പ്രസ്സിനെ വരെ നിയന്ത്രിക്കാം, അല്ലെ പ്രസ് വേണ്ടെന്ന് വയ്ക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ലെജിസ്ലേറ്റർ മാത്രമാണ് ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടാതെ അവർ വിഷമിക്കുന്നത്. പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം കിട്ടിയാൽ ഇപ്പോഴത്തെ എല്ലാ ഭരണഘടനയും എടുത്ത് ചവറ്റുകോട്ടയിൽ കളയാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്. ഇതൊരു സത്യമാണ്, പലരും മിണ്ടുകയില്ല. അപ്പോൾ സാർ ചക്രവർത്തിയുടെ കാലത്ത് ജനങ്ങൾക്ക് നിവൃത്തിയില്ലാതെ മരിക്കുമെന്ന് കണ്ടപ്പോൾ കൊട്ടാരത്തിലേക്ക് പോയതുപോലെയാണ് പാർട്ടി പാർലമെന്റിലേക്ക് ചെന്നത്. ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യം സംരക്ഷണം എത്രമാത്രം നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ആശങ്ക. രണ്ടാമത്, ഇവിടെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നാം കാതലായ പ്രശ്നങ്ങളെല്ലാം മാറ്റും. വി ആർ ഓൾ ഈക്വൽസ് ഇൻ ഡെമോക്രസി, ബട്ട് സം ആർ മോർ ഈക്വൽസ്. ഒന്നാമത് ജാതി നോക്കിക്കുക. ഒരു ജാതിക്ക് മാത്രമേ ഇവിടെ പ്രാമാണ്യം ഇന്നുള്ളൂ. അവർ പറയുകയാണ് വന്ദേമാതരം പാടിയില്ലേ ജയിലിലടയ്ക്കും.
ഉടനെ പേടിച്ചെല്ലാവരും കൂടി പാടുക. ആണത്തത്തോടെ നിന്ന് സതീശൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അതൊന്ന് പാടി. അതുപോലെയുള്ള ഒരു അനുഭവമാണ് ഇന്ത്യ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വിചാരിച്ചാൽ എന്തു സാധിക്കും, അവരെ എതിർത്താൽ ജയിലിലാകും. ഈ ഒരു ഭയപ്പെടുത്തുന്ന അനുഭവത്തിലാണ് നമ്മുടെ ജനാധിപത്യം. ഈ ജനാധിപത്യം എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക എന്നുള്ളത് സാറൊന്ന് വിവരിച്ചാൽ നന്നായിരിക്കും. പൗരന്മാർക്ക് ശക്തി ഉണ്ടാകണമെന്ന് പറയുന്നു. ഏത് പൗരനാണ് തോക്ക് വരുമ്പോൾ പേടിക്കുന്നത്? പണ്ട് കോൺഗ്രസിൻ്റെ കാലത്ത് തോക്ക് കണ്ടപ്പോൾ പേടിച്ച ആൾക്കാർ രക്ഷപ്പെടാൻ നോക്കുകയാണ് രക്ഷിച്ച്. അതുപോലെ ഇന്ന് പല സ്റ്റേറ്റിലും, ഉദാഹരണം മണിപ്പൂരിൽ അവർക്ക് ഒരു ഭൂരിപക്ഷം ഇല്ലാതെ അവർ ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ്. വില കൊടുത്ത് ഗവൺമെൻറ്റിനെ ഉണ്ടാക്കിക്കൊണ്ട്, വില കൊടുത്ത് പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്റിനെ ഉണ്ടാക്കിക്കൊണ്ട് അവരുടേതാക്കുകയല്ല. ഈ നിലയിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു കാര്യം. ഇതിൽ ഭയങ്കര പ്രയാസമുള്ള ഒരു അനുഭവത്തിലാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്നത്. ആരും ഇതിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കുന്നില്ല. എല്ലാവരും താൽക്കാലികമായ സുഖങ്ങളിൽ ജനാധിപത്യമാണെന്ന് പറഞ്ഞ് ഒരു കൊടി ഉയർത്തി മുട്ടായി നുണഞ്ഞു പോകുന്ന മധുസൂദൻ നായരുടെ കവിത പോലെ ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷ ആൾക്കാർ. നാം അങ്ങനെ ആവണോ അതോ അതിനെതിരായിട്ട് നിലനിൽക്കണമോ എന്നുള്ളത് നാം ചിന്തിക്കണം. ഇനി ഒരു ചെറിയ സംശയം കൂടി ഞാൻ അതിൻ്റെ കൂടെ ചോദിക്കട്ടെ. 1400 വർഷം മുൻപ് ഒരു ദേവാലയം ഉണ്ടായിരുന്ന ബാബറി മസ്ജിദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിഗ്രഹം കൊണ്ട് വെച്ചിട്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ ഒരു ജുഡീഷ്യറി ഇല്ല, ഒന്നുമില്ലാതെ അവർക്ക് സഹായം ചെയ്ത് അവസാനം തല്ലിപ്പൊളിച്ച് അവരെ അവിടെ നിന്ന് ഓടിക്കുന്നതാണ് നമ്മുടെ ജനാധിപത്യം. സത്യം എന്താണെന്നുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം, പക്ഷെ അവർ പറയുന്നതാണ് കാര്യം. ഇതൊക്കെ പറയാനെല്ലാം അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് സാധിക്കുമെന്നുള്ളത് നാം ചിന്തിക്കണം. ദയവായിട്ട് ഇതിന് അറിയാവുന്ന ഉത്തരം പറഞ്ഞാൽ. താങ്ക് യു സാറേ. ബ്രീഫായിട്ട്, നമുക്കിനി അധികം സമയമില്ല, നമുക്കൊരു 10 മിനിറ്റ്സിനുള്ളിൽ തീർക്കണം. അതെ, മണി 10 പ്ലീസ്. ഫിലിപ്പ് സാർ കല്ലടയിലാണോ താമസം അതോ? അല്ല, ഞാനിപ്പോൾ സ്റ്റേറ്റ്സിലാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ജനാധിപത്യം ശോഷിക്കുന്നു. ജനാധിപത്യം എത്രമാത്രം ഇങ്ങനെ മുന്നോട്ട് പോകും? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു, ഇതൊക്കെ പറഞ്ഞില്ലേ? നമുക്ക് ആരില്ല പ്രതീക്ഷ? ഇതിന് പരിഹാരമായി എഴുന്നേറ്റ് നിൽക്കുമെന്ന് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന കക്ഷിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലാണ് ഇന്ന് ആദ്യം വന്ദേമാതരം മൊത്തം പാടിയത്. ഈ പറയുന്ന അവസ്ഥയിലേക്ക് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് വന്നത് മറ്റാരുമല്ല. ഞാൻ അതുകൊണ്ട് ആദ്യം പാർട്ടിയുടെ പേര് പറയാതെ ഏകകക്ഷി ഭരണം നമ്മുടെ രാജ്യത്ത് പതിറ്റാണ്ടുകൾ തുടർന്നു പോയില്ലേ? ഓരോ വർഷം കഴിയും തോറും ഇതിലേക്കുള്ള പടവുകൾ അടുപ്പിച്ചടുപ്പിച്ച് അവർ കൊണ്ടുവന്നത് ആ ചരിത്രം. അവര് ഒളിഞ്ഞും തെളിഞ്ഞും സവർണതയുടെ ശീതള ഛായയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുക ചെയ്തത്. അപവാദമായി വന്നത് ആ സിംഗിന്റെയും മറ്റേ രണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന രണ്ട് ഗവൺമെന്റുകളുണ്ടല്ലോ, ഐക്യ ഗുജറാളിന്റെയും VP സിംഗിന്റെയും 2 മന്ത്രിസഭകൾ വന്ന് അവർക്ക് അല്പായുസേ ഉണ്ടായുള്ളൂ. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നത് BJP RSS അല്ല. നമ്മുടെ പട്ടാളത്തിന് എന്താ അങ്ങോട്ട് പോകാൻ അക്കഞ്ഞെന്ന് വെച്ചപ്പോ റോഡിൽ കുഴിയായിരുന്നു എന്നാ പ്രധാനമന്ത്രിയായിരുന്നു പറഞ്ഞത്. റോഡിൽ കുഴി ഉണ്ടെങ്കിൽ പോകാൻ പറ്റാത്ത പട്ടാളമാണെങ്കിൽ നമ്മുടെ പട്ടാളം എന്ത് പട്ടാളാ? അപ്പൊ ഇതൊക്കെ ഇതെല്ലാം ഒരുതരം ആസൂത്രണത്തിന്റെയും ഒരുതരം ദൗർബല്യ. ഒരിക്കലും ഞാൻ ഇന്ന് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ 2014 ഉണ്ടായതാണ്, ഒരു പ്രഭാതത്തിൽ രൂപപ്പെട്ടു വന്നതാണെന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ക്രമപ്രബദ്ധമായ വളർച്ചയിലൂടെ ആ പോയിന്റിൽ എത്തിപ്പെട്ടതാണ്. അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഏകകക്ഷി ഭരണകാലത്ത് പ്രധാന കക്ഷിക്കുണ്ടായില്ല. ഇപ്പോഴും അവര് വിട്ടുവീഴ്ചയോടെ സഖ്യമുണ്ടാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വേദന അനുഭവിക്കുന്ന വിഭാഗത്തെ ഒന്നിച്ചു നിർത്തിയാൽ അടുത്ത ഒറ്റ ഇലക്ഷന് വീണ്ടും അവരുടെ കാര്യങ്ങൾ വരും. പക്ഷെ അവരിപ്പോഴും അപ്പൂപ്പൻ ആനപ്പുറത്ത് കയറിയത് കൊണ്ട് കൊച്ചുമോന്റെ മൂട്ടിൽ തഴമ്പുണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അവിടെ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടല്ലോ, ചോദ്യം ചെയ്യാൻ കഴിയുന്ന കാര്യശേഷിയുള്ള എതിരഭിപ്രായമുള്ളവരെ ആദ്യം വെട്ടി ഒതുക്കിയത് കോൺഗ്രസ് പാർട്ടിയാ.
കപിൽ സിബൽ ഇന്ന് ഇന്ത്യൻ സുപ്രീം കോടതിയിലും പാർലമെന്റിലും മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടിക്കകത്തില്ല. ഗുലാം നബി ആസാദ് കോൺഗ്രസ് പാർട്ടിക്കകത്തില്ല. സിന്ധ്യ സമൂഹം, സിന്ധ്യ എന്ന് പറയുന്നവരുടെ വലിയൊരു സമൂഹമുണ്ട് അവിടെ. അവരാരും കോൺഗ്രസ്, കാര്യം എന്താന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ തിരിച്ചു പറയുന്നവരെ പൊറുപ്പിക്കാനുള്ള വിശാലത അവിടെ ഇല്ല. നമുക്ക് എവിടെയാണ് പ്രതീക്ഷ? ഓരോ വർഷവും ഈ സവർണ ആധിപത്യത്തിന്റെ ശീതളയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോയത് അധികാരം കയ്യിൽ ഇരുന്നിരുന്നവർ തന്നെയാണ്. എവിടൊക്കെ ലഹളകൾ ഉണ്ടായി, എവിടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ പറഞ്ഞില്ലേ, ബാബരി മസ്ജിദിനകത്ത് വിഗ്രഹം പ്രത്യക്ഷപ്പെട്ട ഒരു ദിവസമുണ്ട്. അന്ന് UP സംസ്ഥാനം ഭരിച്ചിരുന്നതും ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നതും കോൺഗ്രസ് പാർട്ടിയാണ്. അതിന് സമാനമായ ഒരു അനുഭവം കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ടു. അധികാരം കിട്ടാൻ വേണ്ടി ആരെ ശത്രുവാക്കണം, ഒരു നിഴലിനെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് എന്തു പറ്റി? അധികാരം കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും വന്നാൽ ഇവിടെ അത് സംഭവിക്കും, ഇത് സംഭവിക്കും എന്ന് പച്ച വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കി. എന്റെയും സാറിന്റെയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അത് തിരിച്ചറിഞ്ഞു എന്ന് വേറെ കാര്യം. എന്ന് പറഞ്ഞതുപോലെ കാലാകാലങ്ങളിൽ ഉത്തരേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അന്ന് ചെറുത്തു നിൽക്കേണ്ടിയിരുന്ന കോൺഗ്രസ് പാർട്ടി അത് ചെറുക്കാതെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇലക്ഷന് മുമ്പ് പറഞ്ഞില്ലേ, തെരഞ്ഞെടുപ്പിന് തോറ്റുപോകുന്നെങ്കിൽ അങ്ങ് തോറ്റുപോട്ടെ എന്ന് കരുതണം, ഇലക്ഷൻ നഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങ് നഷ്ടപ്പെടട്ടെ എന്ന് കരുതണം എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടി, ഇതുപോലെ 10 ആൺകുട്ടികൾ അവിടെ ഉണ്ടായില്ല. അതാണ് പ്രശ്നം. ഇപ്പോഴും അതാണ് പ്രശ്നം. ഇപ്പൊ എന്താന്ന് വെച്ചാൽ, ഞാൻ അഭിപ്രായം പറഞ്ഞ നാളെ എന്റെ വീട്ടിൽ ED വരും, അല്ലെങ്കിൽ എന്റെ കമ്പനികളിൽ വേറെ എൻഫോഴ്സ്മെന്റിന്റെ അല്ലെങ്കിൽ വേറെ ഇൻകം ടാക്സുകാരുടെ സെർച്ച് വരും. അവിടെയാണ് പ്രശ്നം. നമുക്ക് എന്ത് ചെയ്യാനൊക്കും? നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ആലോചിക്കാം. രണ്ട് പേരൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ശ്രീ വിൽസനും ശ്രീ സി ചെറിയാനും. വിൽസൺ, പ്ലീസ്. ഞാന് സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, സാറ് EVM-നെ പറ്റി പറഞ്ഞു. EVM, സത്യം പറഞ്ഞാൽ EVM നിലനിന്നാല് ഇന്ത്യ മതേതര രാഷ്ട്രത്തിൽ നിന്ന് മതരാഷ്ട്രത്തിലേക്ക് പോകും, ഒരു സംശയവും വേണ്ട. EVM-ൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴി സാറ് കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, സാറ് വിവരാവകാശത്തിന്റെ തലപ്പത്തിരുന്ന ഒരു വ്യക്തിപരമായ ചോദ്യം. സാറിന് ആ വിവരാവകാശ കാര്യങ്ങള് തുറന്ന് വെളിപ്പെടുത്തേണ്ട സമയത്ത് ഭരണകൂടങ്ങളിൽ നിന്ന് വല്ല എതിർപ്പ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ, വല്ല അനുഭവം ഉണ്ടോ എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഈ വന്ദേ മാതരത്തെ പറ്റിയാണ് പറയാനുള്ളത്. അത് ഇത്രയേ ഉള്ളൂ. വന്ദേ മാതരത്തിന്റെ അവസാനത്തെ ചരണത്തിന് തൊട്ടു മുമ്പുള്ള ചരണത്തിൽ ഇങ്ങനെ അതിന്റെ അർത്ഥം ഇതാണ്: നീ തന്നെയാണ് 10 ആയുധങ്ങൾ ധരിച്ച ദുർഗാദേവി, താമരപ്പൂവിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിയും വിദ്യ നൽകുന്ന സരസ്വതി ദേവിയും നീ തന്നെയാണ്, കളങ്കമില്ലാത്തവളുമായ മാതാവെ ഞാൻ അങ്ങയെ വണങ്ങുന്നു എന്നാണ്. അത് ഹൈന്ദവ മതവിശ്വാസികളല്ലാത്ത ഒരാൾ പാടണമെന്ന് ഒരു മതേതര രാഷ്ട്രത്തിൽ നിർബന്ധം പിടിക്കുവാൻ സാധിക്കുമോ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. എനിക്ക് സമയമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് ഇനിയും വല്ലതും വെളിവാകാൻ ബാക്കിയുണ്ടോന്നുകൂടെ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. സാർ ആ വിഷയത്തിൽ ഇടപെട്ട വ്യക്തി ആയതുകൊണ്ടാണ്. താങ്ക് യു വെരി മച്ച്. വിൽസൺജി ചോദിച്ച മറുപടി ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. EVM സംശയരഹിതമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമായിരിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഇലക്ഷൻ കമ്മീഷനോ EVM-നകത്ത് ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ട്, അത് വസ്തുതാപരമായി ഇങ്ങനെയാണ് എന്ന് തിരിച്ചു ബോധ്യപ്പെടുത്തുവാൻ ആരോപണം ഉന്നയിക്കുന്നവർക്കോ കഴിയുന്നില്ല. ഈ വിഷയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻ ഭരണഘടനാ ബെഞ്ചിൽ വന്നപ്പോ പല പ്രാവശ്യം കോടതി ആരോപണങ്ങളുമായി വന്നവർക്ക് ഒരു മെഷീൻ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷീൻ എടുക്കുക, അതിനകത്ത് നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള
വ്യത്യാസങ്ങൾ എങ്ങനെയാണ്, അതിനകത്ത് പിന്നെ പാളിച്ചകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നൊന്ന് ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോ, ഒന്നുകിൽ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നവർക്ക് പോയി ബോധ്യപ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോ ഇത് വെറും അലിഗേഷൻ മാത്രമാണ്. ഇവിടെ ക്ലിയർ പ്രൂഫോടുകൂടി, ഫുൾ പ്രൂഫ് എവിഡൻസോടുകൂടി ഇതിനെ സ്ഥാപിക്കുവാൻ, ഈ ഇഷ്യൂ നീതിപീഠത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുവാൻ ആരോപണം ഉന്നയിച്ചവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ആ ആരോപണം അസ്ഥാനത്താണ് എന്ന് തെളിയിക്കുവാൻ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. എന്തായിരുന്നാലും ഞാൻ അതിൽ വിശ്വസിക്കുന്നത്, അത്ര അന്യൂനമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു എങ്കിൽ മഹത്തായ അമേരിക്കൻ ഐക്യ നാടുകൾ എപ്പോഴേ പൂർണ്ണമായി EVM-ലേക്ക് പോയേനെ. ഒരു ഉദാഹരണം പറയാം. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിലും വീടുകളിലും നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറ അവിടെ ഇരുന്നാൽ മതി, നമുക്ക് എവിടെ നിന്നും നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കാണാം. ഈ CC ക്യാമറകൾ ഒരാൾ വിചാരിച്ചാൽ 1 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഒരു വാറിലെ, ഒരു ഏരിയയിലെ മുഴുവൻ ക്യാമറകളെയും ഹാങ് ആക്കാൻ കഴിയുന്ന സംവിധാനം ഇപ്പോഴുണ്ട്. എന്റെ പരിസരത്തൊരു വീട്ടിൽ ഈ അടുത്ത സമയത്ത് കള്ളം കയറി, പകൽ സമയത്ത് കള്ളം കയറി. അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഏരിയയിലെ മുഴുവൻ ക്യാമറകളും 2-3 മണിക്കൂറത്തേക്ക് ഓഫായിരുന്നു. അയാൾ വരുന്നു പോകുന്നു, ഇവരായിരിക്കും അത് ചെയ്തിട്ടുള്ളത്. അത് ഇന്ന് ഈ സിസ്റ്റം എല്ലാ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എപ്പോഴും ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണം പറയാം, പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നവര്, ഈ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്ന് വരുന്നവര് കാറിന്റെ പുറത്തൊരു തരം പ്ലാസ്റ്റിക് കസേര കൊണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൽ കസേര കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. സംഭവം എന്താ വെച്ചാൽ, ഈ പ്ലാസ്റ്റിക് കസേരയുടെ കാലുകൾ ഒരു തരം ഹോളോയാ. ഞാൻ കേട്ടിട്ടുള്ളതാ. അതിനകത്ത് കാർബൺ പേപ്പറിൽ ചുറ്റി ഗോൾഡിന്റെ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞത്. അതുള്ളതാണോ അല്ലേ, പറഞ്ഞു കേട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കാൻ ഈ തൽപര കക്ഷികൾ അവരുടെ ഗവേഷണം, അവർ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജിയിൽ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? സംഭവിക്കില്ല എന്നും, അല്ലെങ്കിൽ EVM-നെ വേറൊരിടത്ത് നിന്നുകൊണ്ട് മോണിറ്റർ ചെയ്യാൻ കഴിയില്ല എന്നും ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നില്ല. കഴിയുമായിരിക്കും, കഴിയില്ല എന്ന് തെളിയിക്കാൻ മറുഭാഗത്തിന് കഴിയുന്നില്ല. 2, RTA നിയമം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഒരുങ്ങുമ്പോഴാണല്ലോ എതിർപ്പ് വരിക. ആ എതിർപ്പുകളെയൊക്കെ നമ്മളൊരു പുഞ്ചിരിയോടെയും പുച്ഛത്തോടെയും തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോയത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. ഞാൻ ചെല്ലുന്നതിന് മുമ്പും കേരളത്തിൽ വിവരാവകാശ കമ്മീഷനുണ്ട്, ഞാൻ ഇറങ്ങിയതിന് ശേഷം വിവരാവകാശ കമ്മീഷനുണ്ട്. അപ്പോ അതങ്ങനെയാണ്. പിന്നെ വിവരാവകാശ നിയമം സംബന്ധിച്ചും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് കുറച്ച് കാര്യങ്ങൾ വരാനുള്ളതും ഒക്കെ സംബന്ധിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം DC ബുക്സ് ഉടനെ മിക്കവാറും ഈ ഓഗസ്റ്റ് അവസാനത്തോടു കൂടി പ്രസിദ്ധീകരിക്കും. അപ്പോ ഹേമ കമ്മിറ്റി, അതായത് മലയാള സിനിമ ഹേമ കമ്മിറ്റി പറഞ്ഞതും സർക്കാർ പറയാത്തതും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ഇപ്പൊ നിശ്ചയിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അതിനകത്ത് ചെറിയ മാറ്റം വന്നേക്കും. എന്തായാലും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം, ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം അത് പുറത്തിറങ്ങും. അത് വായിച്ചാൽ ഈ കുറെ കൂടെ കാര്യങ്ങൾ പുറത്തു വരാനുള്ളത് കിട്ടും. വന്ദേമാതരത്തിന്റെ കാര്യം പറഞ്ഞത് എന്നെ ഈ പ്രതിസന്ധിയിലാക്കിയൊരു കാര്യം പറയാം. ഈ ക്രിസ്ത്യൻസിന് സൺഡേ സ്കൂളിൽ, സൺഡേയിൽ മാത്രമാണല്ലോ നമ്മുടെ മതപഠനത്തിന് സ്കൂളുള്ളത്, അല്ലേ? അല്ലാത്തപ്പോ ഉണ്ടോ? അല്ലാത്തപ്പോ നിർബന്ധിതമായിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനല്ല. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും ഒന്നുകിൽ രാവിലെ 8 മണിക്കകം
അല്ലെങ്കിൽ വൈകുന്നേരം മതപഠനമുണ്ട്. മദ്രസകൾ, ഇങ്ങനെ കെട്ടിടങ്ങൾ പണിതിട്ട് മദ്രസകളുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയുണ്ട്. രാവിലെ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന ഉണ്ടാവും. ഇപ്പൊ ഓർഡർ വന്നിരിക്കുകയാണ്, എല്ലാ മദ്രസകളിലും രാവിലെ കുട്ടികൾ വന്ന് കയറിയാൽ വന്ദേ മാതരം പാടിയിട്ട് വേണം അവിടെ തുടങ്ങാനെന്ന്. ഇത് എന്ത് തരം ക്രൈസിസ് ഉണ്ടാക്കും? ശരിയല്ലേ? അപ്പൊ അത് ആ ക്രൈസിസ് ഉണ്ടാക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അതിന് കോടതിയും രാഷ്ട്രപതി ഇടപെടണം, അല്ലേ കോടതി ഇടപെടണം. അതാണ് എൻ്റെ ഒരു അവസ്ഥ. ഓക്കെ, എന്തായാലും എന്റെ പുസ്തകം വാങ്ങി വത്സന്താറിന് കുറച്ച് അയച്ചു തരാം, അവിടെയൊക്കെ ഒന്ന് വിറ്റെടുത്താൽ മതി. നമ്മുടെ ഒരു ആളൂടെ ഉണ്ട്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, മിസ്റ്റർ ചെറിയാൻ, സി ചെറിയാൻ. ബ്രീഫായിട്ട്, നമ്മൾ സമയം വളരെ വൈകി, പെട്ടെന്ന് തീർത്താം. പ്ലീസ് ചെറിയാൻ. പെട്ടെന്ന് തീർത്തേക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ. ഈ വിഷയം തിരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യത്തിന്റെ പ്രസക്തി എന്താ എന്നുള്ളത് ഇന്ന് 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസം തന്നെ എടുത്തത് വളരെ പ്രസക്തമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഹക്കീം സാറിൻ്റെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സംശയം ഒന്നുകൂടെ കൂടി. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുടുക്കണം, എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ജീവിക്കുന്ന ഡൽഹിയിൽ ചില സ്ഥലങ്ങളിൽ ബീഫ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് കംപ്ലീറ്റ് 99% ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് നിർത്തലാക്കി, ഗവൺമെൻറ് നിർത്തലാക്കി. ഒപ്പം ഹിന്ദുക്കളുടെ ഒരു പ്രത്യേക ആചരണം മാസം നടക്കുന്ന, വിശേഷ മാസം നടക്കുമ്പോൾ ആ സമീപ പ്രദേശങ്ങളിലെങ്ങുമുള്ള കോഴിക്കടകൾ, മത്സ്യമാംസാദികളൊന്നും വിൽക്കാൻ പാടില്ല. അപ്പോൾ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ പോലും പാർലമെൻറ്റിനെ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളെ പ്രഹസിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന്, ആ സഭ നയിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഒപ്പം പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കടയ്ക്കൽ കത്തിവെച്ചു. ഇന്ന് ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായി അവർക്കൊരു ശത്രുവായിട്ട് തോന്നിയിരുന്ന എല്ലാ പ്രാദേശിക പാർട്ടികളെയും അവർ വേരറുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. അപ്പം ജനാധിപത്യത്തിന്, സ്വാതന്ത്ര്യത്തിന് എന്ത് പ്രസക്തിയാണ് ഇവിടെ ഉള്ളത് ഈ രാജ്യത്ത്? അപ്പം എൻ്റെ ഒരു ചോദ്യം, അങ്ങ് വളരെ വിശാലമായിട്ട് കാര്യങ്ങൾ കാണുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഒരു നില തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യം നമ്മൾ അഭിമാനത്തോടുകൂടി കാണുന്ന, കേൾക്കുന്ന, വിശ്വസിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യം അടുത്തൊരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾക്ക് അന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരാശങ്കയും ഒരു ചോദ്യമാണ്. അതിന് അങ്ങയുടെ ഭാവനയിൽ എന്തെങ്കിലും ഒരു വെളിച്ചം, ഒരു ബദൽ സംവിധാനം കാണുന്നുണ്ടോ എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇന്ത്യൻ സ്വാതന്ത്ര്യം ഒരൽപായസാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജനാധിപത്യത്തിൽ സർക്കാരുകൾ വാഴുകയും വീഴുകയും ചെയ്യും. പക്ഷേ ജനാധിപത്യം ഒരു കണ്ടിന്യൂയിങ് പ്രോസസ് തന്നെയാണ്. ജനാധിപത്യത്തിന്റെ ടൂളുകളെ ശക്തമായി വിനിയോഗിക്കാൻ പൗരന് കഴിയുമെങ്കിൽ ഈ സന്ദർഭവും മാറും എന്നതാണ് ശരി. അങ്ങനെ മാറാതെ കഴിയില്ല എന്ന് ചിന്തിപ്പിക്കാനോ കഴിയുന്ന തരത്തിൽ നാം ഐക്യപ്പെടുകയും ആ ഐക്യം പ്രതിഫലിപ്പിക്കുകയും വേണം. അതിന് കുറച്ച് ആസൂത്രിതമായ, ചിന്താപരമായ ഐക്യപ്പെടലുകൾ ഉണ്ടാവണം. അതിന് വലിയ കക്ഷികൾ, ദേശീയ കക്ഷികൾ എന്ന് പറയുന്നവർ വിട്ടുവീഴ്ചയോടെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള വിശാലത കാണിക്കണം. ഒരു രാജ്യത്ത് മുഴുവൻ അധികാരവും ഒന്നിച്ച് കയ്യിലിരുന്നവർ
സഖ്യകക്ഷി ഭരണത്തെക്കുറിച്ചോ മുന്നണി സംവിധാനത്തെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ കുറെയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തേ മതിയാവും. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാനും ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന നടപ്പിലാക്കുന്നവർക്ക് നമുക്കും അധികാരത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും കഴിയുന്ന ശക്തിയും കാര്യങ്ങളും ജനാധിപത്യത്തിൽ പൗരനുണ്ട്. അത് അവസരോചിതമായി വിനിയോഗിക്കാൻ പൗരന് എത്രമാത്രം കഴിയുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് കഴിയണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം പൂർവോപരി ശക്തമായി തന്നെ നിലനിർത്താൻ കഴിയും. ജനാധിപത്യത്തിന് അല്പായുസല്ല. ഇന്ത്യൻ ജനാധിപത്യം ദുർബലമല്ല. ഇന്ത്യൻ പൗരന്മാർ അറിവില്ലാത്തവരല്ല. ഇന്ത്യ രാജ്യം മറ്റേതൊരു രാജ്യത്തെയും ജനങ്ങളെക്കാൾ പ്രബുദ്ധരാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. താങ്ക് യു സാർ. നല്ലൊരു പോസിറ്റീവ് നോട്ടിലാണ് സാർ അവസാനിപ്പിച്ചത്. അതിലൊത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സ് വളരെ ബ്രീഫായിട്ടൊന്ന് പറയാമോ? വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞുകൊള്ളട്ടെ. ആദ്യമായിട്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ 80ാം വാർഷികത്തിലെ ഈ സ്വതന്ത്ര ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാനായിട്ട് ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഈ അവസരത്തിന് ദൈവത്തിൻ്റെ മുമ്പിൽ നാം എല്ലാവരും അവനെ നമസ്കരിക്കുന്നു, ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയത് ഡോക്ടർ എ ഹക്കീം സാറാണ്. അദ്ദേഹത്തെ പറ്റി മുമ്പ് വിവരിച്ചതുകൊണ്ട് ആ കാര്യങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല. എന്നാൽ ഈ ദിവസത്തിൽ, ഈ പ്രത്യേക ദിവസത്തിൽ അദ്ദേഹത്തെ ഇവിടെ പ്രഭാഷണത്തിനായിട്ട് ലഭിച്ചത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അദ്ദേഹം പറഞ്ഞതായ പ്രധാന കാര്യം ആക്ഷേപരഹിതമായിട്ട് ജനാധിപത്യം നിലനിർത്തുന്നത് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ പ്രഭാഷണത്തിൽ സാംശീകരിച്ചു. ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത ഭരണകൂടത്തിൻ്റെ നടപടികളെ അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്തു. ഭരണകൂടത്തിന് ഈ ശക്തമായിരിക്കുന്നതോടൊപ്പം പൗരനും ശക്തി പ്രാപിക്കണം എന്നുള്ള ഒരു പോയിന്റും അദ്ദേഹം പറഞ്ഞു. കൂടുതലായിട്ട് ഞാൻ ഇതേപ്പറ്റി പറയുന്നില്ല. ഈ ദിവസം ഈ ഇത്രയും നേരം ഞങ്ങളോട് ഒത്തുചേർന്ന് ഈ പ്രഭാഷണം നടത്തി ഇതേപ്പറ്റി ബോധവൽക്കരിച്ച അദ്ദേഹത്തോടുള്ള ഹൃദയംഗമായ നന്ദി, സ്നേഹം ഈ യുണൈറ്റഡ് ലൈറ്റൻ ഫോറത്തിൻ്റെ പേരിൽ ഞാനിവിടെ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ന് നമുക്ക് ഇവിടെ മോഡറേറ്റ് ചെയ്തത് ഡോക്ടർ കെ എബ്രഹാം അച്ഛനാണ്. ഈ ഫോറത്തിൻ്റെ പ്രാരംഭകാലം മുതൽ തന്നെ നമ്മളോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ച അച്ഛൻ പല പ്രാവശ്യം ഇവിടെ മോഡറേറ്റർ ആയിട്ടുണ്ട്, നമുക്കിവിടെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നമുക്ക് ഇവിടെ പ്രാരംഭത്തിൽ നമുക്കിവിടെ കമ്പയർ ചെയ്തത് വിൽസൺ കരിപ്പന്നൂരാണ്. കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ നെടുന്തൂണായിട്ട് നട്ടലായിട്ട് പ്രവർത്തിക്കുന്ന വിൽസൺ കരിപ്പന്നൂരിനോടുള്ള നന്ദിയും സ്നേഹവും ഞാനിവിടെ പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. നമുക്കിവിടെ പ്രാരംഭ പ്രാർത്ഥനയും പ്രാരംഭ ഗാനം ആലപിക്കുകയും ചെയ്ത ജോസ് തോമസ് ആണ്. അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നമ്മുടെ ഇന്നത്തെ പ്ലാറ്റ്ഫോം ഇവിടെ നമുക്ക് ഒരുക്കി തന്നത് ജോസ് മാത്യു, നെറൂൾ ഇടവകയിൽ നിന്നുള്ള ജോസ് മാത്യു ആണ്. ജോസ് മാത്യുവിനോടുള്ള സ്നേഹം നന്ദി അറിയിച്ചു കൊള്ളട്ടെ. നമുക്കിവിടെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന പലരുണ്ട്. അവരോടെല്ലാം ഉള്ള, പ്രത്യേകിച്ച് ഷെർലി വിൽസനോടുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നമ്മുടെ ചർച്ചകളിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ക്ലോസിംഗ് പ്രയർ നടത്താൻ ആയിട്ടുള്ള രാജീവ് അഞ്ചേരി അച്ഛനോട് ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഇവിടെ ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തുകയും നമ്മുടെ പുതിയ 80ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസത്തിൻ്റെ എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യ ദിന ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കട്ടെ.
ഇപ്പോൾ പ്രിയപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ പ്രാർത്ഥന ആശീർവാദം നിർവഹിക്കും. പ്രാർത്ഥിക്കാം. രാജു. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്വാതന്ത്ര്യത്തിൻ്റെ 80-ാം ദിനത്തിൽ ബഹുമാനപ്പെട്ട ഹക്കീം സാറിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അറിവുകൾക്കും പ്രചോദനങ്ങൾക്കും ദർശനങ്ങൾക്കുമായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യാശയോടെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുവാനും അതിനുവേണ്ടി അടരാടുവാനും അതിലൂടെ സ്വാതന്ത്ര്യം നിലനിർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരും കൂടി നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.